നോക്ക്, മുഹമ്മദ് നബി ഖുർആൻ നല്ല ഒരു സാഹിത്യ സൃഷ്ടിയെന്ന് അവരെന്നെ സമ്മതിക്കുന്നു. അന്നത്തെ അറബികൾ പറയുന്നു, ഇന്നത്തെ പോട്ടെ, അന്നത്തെ അറബികൾ പറയുന്നു അതിനൊരു വശ്യത ഉണ്ട് എന്ന് പറയുന്നു. പിന്നെ ജനങ്ങൾ അതിന്റെ മാസ്മരികതയിൽ, അവർ പറഞ്ഞതാണ്, ഒരു മാസ്മരികതയിൽ പെട്ടുപോകുന്നുണ്ടെന്ന് അവർ പറയുന്നു. എന്തൊക്കെയോ അതിനൊരു പ്രത്യേകത ഉണ്ട് എന്ന് പറയുന്നു. യഅലു വലാ യുഅല, അത് മേലോട്ട് പോകും താഴോട്ട് പോകില്ല എന്ന് വലീദ് പറഞ്ഞു. അന്നത്തെ ഏറ്റവും വലിയ സാഹിത്യ സമ്രാട്ട. അതിന് വല്ലാത്തൊരു വശ്യത ഉണ്ട്, മധുരമുണ്ട്. അത് പുഷ്പിച്ച് കായ്ക്കും, അതിന്റെ വേരുകൾ ആഴത്തിലേക്ക് ആണ്ടുപോകും, അത് മേലോട്ടേ പോവുള്ളൂ, താഴോട്ട് പോകില്ല, അതിന്റെ മേലെ വേറൊന്നും പോകൂല എന്നൊക്കെ പറഞ്ഞു അദ്ദേഹം. അങ്ങനെയൊക്കെ ഉള്ള ഒരു സാഹിത്യകൃതി മുഹമ്മദ് നബി സ്വന്തം എഴുതിയിട്ട് അത് വേറൊരാളുടേതാണ് എന്ന് പറഞ്ഞു എന്നാ വരിക. ഇത് മുഹമ്മദ് സ്വന്തം ഉണ്ടാക്കിയതാണെങ്കിൽ സാധാരണഗതിയിൽ ലോകത്ത് എന്നുള്ള ഒരു സ്വഭാവം, പ്രസിദ്ധമാകുന്ന ഒരു സൃഷ്ടി, ഒരു രചന നടത്തിയിട്ട്, അത്ഭുതകരമായ ഒരു സംഗതി നടത്തിയിട്ട് അത് വേറെല്ലാം ഉണ്ടാക്കിയെന്ന് ആരും പറയില്ല. അത് ഞാൻ ഉണ്ടാക്കിയെന്നാ പറയാ. അത് ഞാൻ തന്നെയാണ് അതിന്റെ ആള്. കാരണം എന്റെ പേരും പ്രശസ്തിയും കിട്ടുന്ന കാര്യമാണല്ലോ. അപ്പൊ അത് വേറുള്ള പേരിൽ ആരും ആരോപിക്കൂല. ഇവിടെ നമ്മുടെ നാട്ടിലൊക്കെ ഉള്ളത് ആരാണ്ടത് സാഹിത്യ ചോരണം എന്നാണ് ഈ നല്ല ഭാഷയിൽ പറയാ. ആരാണ്ട് കട്ടെടുക്കുക, സാഹിത്യ ചോരണം നടത്തുന്ന ആളുകളുണ്ട് നമ്മുടെ നാട്ടില്. സാഹിത്യ ഭാഷയിൽ അതിന് പറയലതാ. അത് അവനേതാക്കി എഴുതുക, ഇങ്ങോട്ട് അവനാന്റെ പേരെഴുതുക, എന്നിട്ട് പേരെടുക്കുന്ന ആളുകളാണ്. അന്യഭാഷയിലുള്ളത് ഇവിടെ ഉള്ളവർ വായിക്കാൻ സാധ്യതയില്ലെങ്കിൽ ആ ആശയങ്ങൾ മുഴുവനും ചോരണം നടത്തി സ്വന്തം എഴുതിണ്ടാക്കി അവനാന്റെ പേര് വെക്കുന്ന സാഹിത്യന്മാർ നമ്മുടെ നാട്ടിലുണ്ട്. അങ്ങനെ പല ആൾക്കാർക്കും പല പേരും വന്നിട്ടുണ്ട്. പല പ്രസിദ്ധരായ ആൾക്കാരുടെ പേരും ചേർത്തുകൊണ്ടാ ചില പേര് പറയലെന്നെ. അപ്പൊ അതിന് കാരണം അതാണ്, അവനായി എഴുതി ഉണ്ടാക്കിയത് വേറെ എഴുതാന്ന് പറയല്ല ചെയ്യ, അത് ഞാൻ ഇട്ടോന്ന് പറയല്ല ചെയ്യ, ഇതൊക്കെ എന്റെ തന്നെയാണ്, ഞാൻ തന്നെയാണ് അതൊക്കെ എഴുതിണ്ടാക്കിയെന്ന് പറഞ്ഞ അതിമല് അതിന്റെ യോഗ്യതകൾ നടിച്ച് അതിമ കിട്ടാവുന്നിടത്തോളം വാങ്ങുകയാണ് എല്ലാവരും ചെയ്യുക. പക്ഷെ മുഹമ്മദ് ഇവിടെ ചെയ്യുന്നത് ഒരു അത്ഭുതകരമായ ഒരു രചന നടത്തിയിട്ട് അത് എന്റേതല്ല എന്ന് പറയുകയാണ് ചെയ്യുന്നത്. മറിച്ചാണ് സാധാരണ ഉണ്ട്. ഇനി രണ്ടാമത്തെ ഒരു ഭാഗം അങ്ങനെയാണ് നോക്കുക, തന്റേതല്ല ദൈവികമാണ് എന്ന് പറയുന്നു എന്ന് വെക്കുക. ആ പറയുന്നത് കൊണ്ട് ലാഭങ്ങളുണ്ട് എന്ന് വെക്കുക. അങ്ങനെ പറയാലോ ഒരാൾക്ക്. ഇപ്പൊ ഇത് ദൈവികമായ സൃഷ്ടിയാണ്, എനിക്ക് ദൈവത്തിൽ അംശങ്ങളുണ്ട് എന്നൊക്കെ നമ്മളെ പ്രധാനമന്ത്രി പറഞ്ഞല്ലോ. അങ്ങനെ ലാഭമുള്ള സംഗതി ഉണ്ടാവും. ചിലപ്പോ ദൈവികമാണ്, ഞാൻ ഇതിണ്ടാക്കിയെന്നല്ല എന്ന് പറഞ്ഞാൽ നല്ല സ്വീകാര്യത കിട്ടും, അതിന്റെ ക്രെഡിറ്റ് ഒക്കെ തനിക്ക് അടിച്ചു വാങ്ങാം എന്നും വിചാരിക്കാം. അങ്ങനെ പറഞ്ഞുണ്ടാക്കിയെന്ന് വാദിക്കാം, മുഹമ്മദ് അങ്ങനെ പറഞ്ഞാണ് എന്ന് വാദിക്കാം. പക്ഷെ അതിലുള്ള പ്രശ്നം എന്താ പറയുക, നിങ്ങള് രണ്ട് പ്രശ്നങ്ങളുടെ അതിൽ ഒന്ന്, അങ്ങനെ പറഞ്ഞതിന്റെ ഫലമാണ് നബിക്ക് എല്ലാ എതിർപ്പുകളും നേരിടേണ്ടി വന്നത്. മുഹമ്മദ് എന്ന് പറഞ്ഞ മനുഷ്യന് മുഴുവൻ എതിർപ്പും നാടിട്ട് പോകേണ്ടി വന്നതും വധശ്രമത്തിന് ഒരു 1/2 ഡസനിലധികം വധശ്രമം നബിക്കാനാണെന്ന്, ഏതാണ്ട് 1 ഡസനോളം ഉണ്ട്. അത്രയും വധശ്രമങ്ങളൊക്കെ നബിക്ക് നേരെ നടന്നത് എന്താ അറിയോ? ഒരൊറ്റ കാരണം കൊണ്ടാ. ഈ പറയണൊക്കെ ദൈവികമായ വഹിയ എന്ന് പറഞ്ഞോണ്ടാ. അത് ഞാൻ എഴുതിണ്ടാക്കിയെന്ന് പറഞ്ഞാൽ ഒരു പ്രശ്നം നബിക്കുണ്ടാവില്ലായിരുന്നു. മുഹമ്മദ് പറഞ്ഞ മനുഷ്യനുണ്ടായ പ്രശ്നം മുഴുവനും ഒക്കെ ഉണ്ടായത് ദൈവിക എന്ന് പറഞ്ഞോണ്ടാ. ഇത് ഞാൻ തന്നെ എഴുതിണ്ടാക്കിയെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തെ പൂമാലിട്ട് സ്വീകരിച്ച് കൊണ്ടു നടക്കും. അതിന് കാരണം എന്താ അറിയോ? ആ നാട്ടിലുണ്ടായിരുന്ന അന്നത്തെ ഒരു സ്വഭാവം, അന്നത്തെ സംസ്കാരം കവികളെയും സാഹിത്യകാരന്മാരെയും വല്ലാതെ ആദരിച്ചിരുന്നു. ഒരുപാട് സംഭവങ്ങളുണ്ട്. ഈ എന്നൊക്കെ പറയുന്ന വലിയ മേളകളുണ്ട്. അവരെ തായിഫിന്റെ ഭാഗത്തും മിനയുടെ ഭാഗത്തും ഒക്കെ നടത്തിയിരുന്നത്. അതൊക്കെ അതിന്റെ ഏരിയകള് വലിയ മേളകളുണ്ട്. ആ മേളകൾ വർഷത്തിലൊരിക്കൽ നടക്കും. വലിയ കച്ചവടങ്ങൾ നടക്കും. മേളകൾ എന്ന് പറഞ്ഞാൽ പൂരങ്ങൾ തന്നെ. അതിൽ കച്ചവടങ്ങൾ നടക്കും, ആണും പെണ്ണും ഒക്കെ വരും, എല്ലാ ബിസിനസ്സും അവിടെ നടക്കും, ഭംഗിയായിട്ട് നടന്നിരുന്നു. അതില് അവർ പ്രത്യേകമായി ചെയ്തിരുന്ന ഒരു കാര്യം, അവിടെയുള്ള സാഹിത്യകാരന്മാർ എഴുന്നള്ളിക്കും, കവികളെ കൊണ്ടുവരും, അവരുടെ പരിപാടികൾ നടത്തും.
ഒരു ഗോത്രത്തിന് ഒരു കവി ഉണ്ടാകുക, നിമിഷ കവികളാണ്, അല്ല എഴുതി കൊണ്ടുവരുന്നല്ല. അപ്പൊ അവിടുന്ന് ഇങ്ങനെയാണ് പാടുവരും. അങ്ങനെ ഉണ്ടാവുക എന്ന് പറഞ്ഞത് അവരെ കണക്കനുസരിച്ച് ആ ഗോത്രത്തിന് വലിയ മഹത്വമായിരുന്നത്. ഞങ്ങള് ഗോത്രത്തിലെ ആളാണ്. അദ്ദേഹത്തിന്റെ നാവാണ്, ആ കവിയുടെ നാവാണ് ആ ഗോത്രത്തിനെ പ്രൊട്ടക്ട് ചെയ്യുന്നു, പ്രതിരോധിക്കുന്നു. അവർക്കെതിരിൽ വരുന്നൊക്കെ പ്രതിരോധിക്കുന്നു. ആ നാവ് തന്നെയാണ്, കവിയുടെ നാവാണ്. അവരെ പ്രൊട്ടക്ട് ചെയ്യുന്നു ആ കവിയുടെ നാവിന്. അപ്പൊ വലിയ ആദരവും ബഹുമാനമൊക്കെ ഉണ്ടായിരുന്നു. മുഴുക്കുടിയന്മാരായിരിക്കും, വൃത്തികെട്ടവരൊക്കെ ആയിരിക്കും, പക്ഷെ ഒരു കവി എന്ന നിലക്ക് അവർക്ക് വലിയ അംഗീകാരം ഉണ്ട്. അന്നത്തെ അങ്ങനെയുള്ള ഒരു സമൂഹമാണത്. ഇപ്പം സബ്ഉൽ മുഅല്ലഖാത്ത് എന്ന് പറയുന്ന അറബി കോളേജിൽ പഠിച്ചവർക്ക് പെട്ടെന്ന് മനസ്സിലാവും. 7 മഹാകാവ്യങ്ങൾ അതിപ്പോഴും ഇവിടുത്തെ പാഠപുസ്തകമാണ്. റസൂല് വരുന്നതിന് മുമ്പുള്ള സാധനമാണിത്. ഇപ്പോഴും അറബി സാഹിത്യം പഠിക്കുന്ന ആളുകൾ പഠിക്കുന്ന പുസ്തകമാണിത്. ഇപ്പോഴും നമ്മുടെ അറബി കോളേജിലും അറബി സാഹിത്യത്തിലും ബന്ധപ്പെട്ട പുസ്തകമാണ് 7 മഹാകാവ്യങ്ങൾ. അതിന് അംഗീകാരം നൽകി കഅബാലയത്തിൽ കൊണ്ടുപോയി തൂക്കിയിട്ടിരുന്നു. അത്ര ബഹുമാനം ഉണ്ട് പറഞ്ഞു. തനി പ്രേമവും അന്നത്തെ ശൃംഗാരവും അനുരാഗവും ഒക്കെ എല്ലായിടത്തും ഒരേമാതിരി തന്നെ. ഇവിടെയുള്ള അതേ കാര്യങ്ങൾ തന്നെ അവിടെയും കാണാം. ഒരേപോലുള്ള വർണ്ണനകൾ, സ്ത്രീ വർണ്ണനകൾ, അവരുടെ അംഗപ്രത്യംഗ വർണ്ണനകൾ ഒക്കെ ഉണ്ടാവും അതേപോലെ. പക്ഷെ അതിന്റെ സാഹിത്യ മൂല്യങ്ങൾ നോക്കിയിട്ട് ഇന്നും ഭാഷ പഠിക്കാൻ ഉപയോഗിക്കുന്നുണ്ടത്. ഞാൻ പറയുന്നത് അത്ര വലിയ സാഹിത്യ ബഹുമാനമുള്ള സമൂഹമായിരുന്നു. എന്നിട്ട് ആ കൂട്ടത്തിൽ ഒരാൾ നല്ല പുസ്തകം എഴുതി കൊണ്ടുവന്നിട്ട് ഇത് ഞാനല്ല എന്നല്ല പറയാ, സാധാരണഗതിയിൽ ഇതിന്റെ തന്നെയാണ് അതിന്റെ ബഹുമാനമൊക്കെ വാങ്ങുക. അതങ്ങനെ പറഞ്ഞാൽ ബഹുമാനം കിട്ടുകയാണ് ചെയ്യുക. പക്ഷെ ഇവിടെ കിട്ടിയത് മുഴുവൻ എതിർപ്പാണ്, ഭയങ്കര വധശ്രമങ്ങളാണ്, നാട് വിട്ടു പോകേണ്ടി വന്നു. അതിനൊക്കെ കാരണം ഇത് പടച്ചോൻ പറഞ്ഞെന്നാണെന്ന് പറഞ്ഞ അതല്ല. പടച്ചോൻ പറഞ്ഞതില്ല, ഞാൻ ഇത് ഒക്കെ വളരെ സമ്മതമാണ്. അപ്പൊ ഇത് ഒരു കള്ളത്തരം നബി പറയല്ല എന്നർത്ഥം. ഇനി രണ്ടാമത്തെ ഒരു ഭാഗം നമ്മൾ മനസ്സിലാക്കി വെക്കാനാണ്. ഈ നബിയിൽ നിന്ന് തന്നെ 2 തരത്തിലുള്ള സംഭാഷണങ്ങൾ വന്നിട്ടുണ്ട്. ഇത് ദൈവിക അല്ല എന്ന് പറയാൻ കഴിയില്ല. അതിന് കാരണം എന്താ അറിയോ? 2 തരത്തിലുള്ള സംഭാഷണങ്ങൾ. ഇപ്പൊ ഖുർആൻ എന്നിട്ട് ഒരു ഗ്രന്ഥമായിട്ട് നമ്മുടെ കയ്യിലുള്ള വിശുദ്ധ ഖുർആൻ, അതിനൊരു ഭാഷയും ശൈലിയും ഒരു പ്രത്യേകതയും പല നിലക്കും വ്യത്യസ്തമാണ്. അതേ നബിയിൽ നിന്ന് തന്നെ, അല്ലെങ്കിൽ ഈ പറയുന്ന മുഹമ്മദിൽ നിന്ന് തന്നെ ഹദീസ് എന്ന് പറഞ്ഞിട്ടൊരു സംഗതി ഉണ്ട്. ഹദീസ് എന്ന് പറഞ്ഞാൽ ഖുർആനല്ല. ഈ 23 കൊല്ലം അദ്ദേഹം സംസാരിച്ചു പ്രവർത്തിച്ചു രേഖപ്പെടുത്തി വെച്ചതാണ്. അതിന്റെ ശൈലി തന്നെ വ്യത്യസ്ത, നമുക്ക് വളരെ വ്യത്യസ്തം. രണ്ടിനൊപ്പം വെച്ച് നോക്കിയാൽ വേറിട്ടാണ് മനസ്സിലാവും. ഖുർആന്റെ ആയത്ത് അത് പഠിച്ചിട്ടില്ലാത്ത ഒരാളുടെ മുമ്പിൽ തന്നെ ഖുർആന്റെ ആയത്ത് ഓതിയാലും ഒരു ഹദീസ് പറഞ്ഞാലും അത് ആയത്താണ് ഹദീസ് എന്ന് അയാൾക്ക് മനസ്സിലാക്കാൻ കഴിയും. അത്ര വ്യത്യസ്തമായ 2 ശൈലിയിൽ ഒരേ വ്യക്തിയിൽ നിന്ന് 2 സംഗതികൾ ഉണ്ടാവുന്നു. ഒന്ന് അദ്ദേഹം പറയുന്നത് ദൈവികമായ വഹിയാണ്, അത് അതിന്റെ വേറൊരു ശൈലിയാണ്. ഇങ്ങനെ ഭാഗത്ത് അദ്ദേഹം തന്നെ പറയുന്ന സംഭാഷണങ്ങളാണ് രേഖപ്പെടുത്തിയ ഹദീസ് എന്ന് പറഞ്ഞത്, അതിന് വേറൊരു ശൈലിയാണ്. വളരെ വ്യത്യസ്തം. ശൈലി എന്ന് പറഞ്ഞാൽ സാധാരണ സംഭാഷണം പോലെ വ്യത്യസ്തമാണത്. മറ്റ് സാധാരണ സംഭാഷണം ഈണവും ഭാവവും ഒക്കെ ഉണ്ട്, പിന്നെ പ്രാസഭംഗിയുണ്ട്, പല ഗുണങ്ങളുണ്ട്, ഒരുപാട് ഗുണങ്ങളുണ്ട്. അപ്പൊ ഞാൻ പറയുന്നത് ഇങ്ങനെ ഒരു ദൈവിക ഗ്രന്ഥം എന്ന് വാദിച്ചത് കൊണ്ട് അദ്ദേഹത്തിന് നഷ്ടമാണ് ഉണ്ടായത്. കിട്ടേണ്ട ലാഭം നഷ്ടപ്പെട്ടു, പല അംഗീകാരവും അദ്ദേഹം നഷ്ടപ്പെട്ടു. പിന്നെ അദ്ദേഹത്തിന് തന്നെ എന്താണ് സംഭാഷണം 2 രീതിയിൽ ഉണ്ടാവുന്നു. വഹിയാന്ന് ഖുർആനെന്ന് പറയുന്നതിനൊക്കെ വേറൊരു ശൈലി, അത് കൂടിക്കലർന്നിട്ടൊന്നുമില്ല. ഹദീസ് ഖുർആൻ അല്ല എന്ന് പറയുന്നതിനൊക്കെ വേറൊരു ശൈലി. ആ 2 വ്യത്യസ്ത ശൈലിയിൽ ഒരാൾക്ക് അങ്ങനെ പറഞ്ഞുണ്ടാക്കാൻ കഴിയില്ല. അപ്പൊ ആ രീതിയിൽ വരുന്നതിന്റെ അർത്ഥം എന്താണ്? അത് ദൈവികമാണെന്ന് തന്നെയാണ്. അതല്ലാതെ വേറെ രീതിയിൽ അത് പറഞ്ഞ് ഒപ്പിക്കാൻ കഴിയില്ല. ഇനി മറ്റൊരു സാധ്യത ഇതിലുള്ളത്, ഇപ്പൊ ദൈവികമല്ല ഖുർആൻ, ഒരു കളവ് പറയാണ്, വെറുതെ കളവാണ് പറയാൻ, ലാഭമായാലും നഷ്ടമായാലും കളവാണ് പറയാൻ നോക്കുക. അതിനുള്ള ഒരു വിഷയം മുഹമ്മദ് എന്ന് അവർക്ക് പരിചയമുള്ള മനുഷ്യൻ, നമ്മൾ പറയുന്ന മുഹമ്മദ് നബി ഒരു കളവ് പറഞ്ഞു എന്നുള്ളത് തന്റെ ലക്ഷ്യം സാക്ഷാത്കരിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ ഏതെങ്കിലും നിഗൂഢമായ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി കളവ് പറഞ്ഞു ഒപ്പിക്കുന്ന ഒരാളാണ്. അല്ലെങ്കിൽ ലക്ഷ്യത്തിന് ന്യായീകരണമായിക്കൊണ്ട് എന്തു മാർഗവും സ്വീകരിക്കുന്ന ഒരാളാണ്
നമ്മൾ പറയുന്ന ലക്ഷ്യം മാർഗത്തെ ന്യായീകരിക്കും പറയുന്നുണ്ടല്ലോ. എന്ന് പറഞ്ഞാൽ ലക്ഷ്യം ശരിയായ പിന്നെ എന്ത് മാർഗം സ്വീകരിക്കാന്ന് പറഞ്ഞ ആ സിദ്ധാന്തമാണ് നബി കൊണ്ടു നടന്നിരുന്നു എന്നാണ് അതിന്റെ അർത്ഥം വരിക. അതാണെങ്കിൽ അവർക്കും സ്വീകാര്യം, എല്ലാവർക്കും സ്വീകാര്യം. കാരണം എന്താ പറയുക, നബിനെ പറ്റി അവര് പറഞ്ഞിടത്തോളം ഒക്കെ അവർക്കുള്ള വിലയിരുത്തല് മുഹമ്മദ് എന്തെന്നാലും കളവ് പറയില്ല, ഒരാളെ പറ്റി കളവ് പറയില്ല. ഒരു ചെറിയ അഭിപ്രായം പോലും, ആരോപണം പോലും മുഹമ്മദ് നബിയെ സംബന്ധിച്ച് എതിരാളികൾ പോലും കളവ് പറയുന്നവനാണ് എന്ന് പറഞ്ഞിട്ടില്ല, വിശ്വാസവഞ്ചന നടത്തുന്നവനാണ് എന്ന് പറഞ്ഞിട്ടില്ല. ഏതെങ്കിലും രീതിയിൽ അതിക്രമപരമായ എന്തെങ്കിലും പ്രവർത്തനങ്ങൾ നടത്തുന്നവനാണെന്ന് ആരും പറഞ്ഞിട്ടില്ല. മറിച്ച് വാക്കിലും നോക്കിലും ഇരിപ്പിലും നടത്തത്തിലും സംഭാഷണത്തിലും പെരുമാറ്റത്തിലും ഇടപാടിലും ഒക്കെ 100% ക്ലിയറാണ്, 100% ക്ലിയറാണ്. ഈ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് അബൂ ജഹൽ ആയിട്ടൊരു സംഭാഷണം നടക്കുന്നത്, അല്ല അബൂ ജഹൽ അബൂ സുഫിയാനായിട്ട് സംഭാഷണം. അബൂ സുഫിയാൻ എന്ന് ഖുറൈശി നേതാവ്, മുസ്ലിം ആയിട്ടില്ല. അദ്ദേഹം കച്ചവട ആവശ്യാർത്ഥം മക്കൾക്ക് ഷാമിന്റെ ഭാഗത്തേക്ക് പോയതാണ്. അവിടെ വെച്ച് ഹിർക്കൽ ചക്രവർത്തിയെ കണ്ടു. അപ്പൊ നബി വന്ന വിവരം അവർക്കൊക്കെ അറിയാം, എല്ലാവർക്കും പ്രസിദ്ധമാവുമല്ലോ ഈ സംഗതികളൊക്കെ, മക്കത്ത് ഇങ്ങനെ നടക്കുന്ന സംഗതി, മദീനത്ത് നടക്കുന്ന സംഗതിയൊക്കെ. അപ്പൊ ഹിർക്കല് അബൂ സുഫിയാനായിട്ട് നടക്കുന്ന സംഭാഷണം പിന്നീട് മുസ്ലിം ആയതിനു ശേഷം അബൂ സുഫിയാൻ പറയുന്നുണ്ട്. അതങ്ങനെ തന്നെ ബുഖാരിയിൽ അങ്ങനെ കാണാം. അബൂ സുഫിയാനോട് ഹിർക്കൽ ഇങ്ങനെ കുറെ ചോദ്യങ്ങൾ, ഹിർക്കൽ രാജാവാണ്, കുറെ ചോദ്യങ്ങൾ ചോദിക്കുന്നു. നിങ്ങൾ പറയുന്ന നിങ്ങളുടെ നാട്ടിലെ ആൾ വന്നിട്ടുണ്ടല്ലോ, അദ്ദേഹം ഇങ്ങനെ ഓരോ അതിൽ ചോദിക്കുന്ന ഒരു ചോദ്യം, അദ്ദേഹത്തിന്റെ മുൻഗാമികൾ ആരെങ്കിലും, രാജാക്കന്മാരാരെങ്കിലും ഉണ്ടായിരുന്നോ? ആരും ഉണ്ടായിരുന്നില്ല. ഹിർക്കൽ പിന്നെ പറഞ്ഞു, ഞാൻ അങ്ങ് ചോദിക്കാൻ കാരണം ഒരു ഭരണാധികാരിയായിരുന്ന ആളുകളായിരുന്നു അദ്ദേഹത്തിന്റെ പൂർവികരെങ്കിൽ അത് തിരിച്ചു പിടിക്കാനുള്ള ഒരു തന്ത്രമായിട്ട് അദ്ദേഹത്തിന്റെ പ്രവാചകത്വവാദം അയാൾ ദുരുപയോഗം ചെയ്യുന്നതായിരിക്കാം, ആ സംശയം തീർക്കാനാണ്. അങ്ങനെ പലരും ചോദിക്കുന്നുണ്ട്, അദ്ദേഹത്തെ പിന്തുടരുന്നത് ദുർബലരാണോ അതോ പ്രമാണിമാരാണോ? ദുർബലരാണ്. അപ്പൊ അങ്ങനെയാണ് നബിമാർക്ക് ഉണ്ടാകുക എന്ന് ഹിർക്കൽ ഇങ്ങനെ കുറെ അതിലൊരു ചോദ്യം, അദ്ദേഹം നിങ്ങളോട് കളവ് പറഞ്ഞൊരു അനുഭവങ്ങൾക്കുണ്ടോന്നാ. അപ്പം അബൂ സുഫിയാൻ പറഞ്ഞത്, കളവ് പറഞ്ഞിട്ടില്ല അദ്ദേഹം ഇതുവരെ, ഞങ്ങൾക്കറിയില്ല. അങ്ങനെ ഒരു കളവ് പറയുന്ന ആളായിട്ട് ഞങ്ങൾക്ക് അത് അറിവില്ല. ഏതെങ്കിലും ഇടപാടിൽ നിങ്ങൾ വഞ്ചിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു. അങ്ങനെ ഒരു സംഭവം ഞങ്ങൾക്കറിയില്ല. അബൂ സുഫിയാന്റെ കൂടെ ചേർത്ത് പറയുന്നു, മുസ്ലിമാനുള്ള സംഭവം റിപ്പോർട്ട് ചെയ്യുന്നത്. അദ്ദേഹം പറയുന്നത്, എനിക്കൊന്നിനും എതിര് കളവ്, എനിക്കിതിനൊന്നും തെറ്റിച്ച് പറയാൻ ഒരു കാരണം ഞാൻ കാണില്ല, ചോദിക്കുന്നതൊക്കെ കൃത്യം പറയാം. പക്ഷെ ഒരു സ്ഥലത്ത് ഞാൻ കുറച്ചതാക്കിയത്, അന്ന് ഹുദൈബിയ സന്ധി നടന്നതിന് ശേഷമാണ്, 6ാമത്തെ വർഷം മദീനയിൽ പോയി 6ാമത്തെ വർഷം ഹുദൈബിയ അതിന് ശേഷം ഈ സംഭവം നടക്കുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു, ആ കൂട്ടത്തിൽ എനിക്ക് എന്തെങ്കിലും ഒന്ന് പറയണല്ലോ. ആ കൂട്ടത്തിൽ ഞാൻ പറഞ്ഞു, ഇപ്പൊ ഞങ്ങളൊരു ഇടപാട് നടത്തിയിട്ടുണ്ട്, അതിൽ എന്താ അദ്ദേഹം കാട്ടാന്ന് ഞങ്ങൾക്ക് അറിയില്ല. ഇതുവരെയും ഒരു ചതിയും ഒരു ഇടപാടിലും വിശ്വാസവഞ്ചനയും അദ്ദേഹം നടത്തിയിട്ടില്ല. ഇപ്പൊ ഞങ്ങൾ അദ്ദേഹത്തെ ഒരു കരാർ എഴുതിയിട്ടുണ്ട്, അതിൽ അദ്ദേഹം എന്താ ചെയ്യാന്ന് എനിക്ക് പറയാൻ കഴിയില്ല എന്ന് മാത്രം ഒന്നും അങ്ങനെ കൂട്ടിക്കയറ്റാനല്ലാതെ എനിക്ക് വേറൊന്നും കഴിഞ്ഞിട്ടില്ല എന്ന് അദ്ദേഹം അബൂ സുഫിയാൻ പിന്നീട് റിപ്പോർട്ട് ചെയ്യുമ്പോൾ പറയണം. അപ്പൊ ഇവർ പറയുന്നത് വെച്ചാൽ, മുഹമ്മദ് എന്ന് പറയുന്ന, അവര് പറയുന്ന മുഹമ്മദ് സ്വന്തം ഉണ്ടാക്കി അള്ളാന്റെ പേരിൽ ആരോപിച്ചു എന്നൊക്കെ പറയുന്ന മുഹമ്മദ് ഇങ്ങനെ ഒരു കളവ് പറയുന്നവനാണെന്നോ വിശ്വാസവഞ്ചന നടത്തുന്നതെന്നോ അല്ലെങ്കിൽ ഏതെങ്കിലും വാക്കുകൾ അവിശ്വസിക്കുന്നവനാണെന്നോ ഒന്നും പറയാൻ പറ്റുന്ന ആളല്ല. സ്വന്തം ഉണ്ടാക്കിയത് അള്ളാന്റെ പേരിൽ ആരോപിക്കുന്നവനല്ല. ജനങ്ങളോട് പോലും, അതാണ് എന്റെ ആശയം, ജനങ്ങളുടെ വിഷയത്തിൽ പോലും, ഒരു സാധാരണ കാര്യത്തിൽ പോലും ഒരു കളവ് പറയാത്തൊരു മനുഷ്യൻ ദൈവത്തിന്റെ പേരിൽ, അള്ളാഹുവിന്റെ പേരിൽ കളവ് പറയില്ല. മനുഷ്യരെ കളവ് പറഞ്ഞ് പറ്റിക്കാത്തോ പടച്ചോന്റെ പേരിൽ കളവ് പറയില്ല. പടച്ചോന്റെ പേരിൽ പറയുമ്പോൾ ഗൗരവമാകാണ്. അപ്പൊ അങ്ങനെ ഒരു സംഗതി ആരോപിക്കാൻ മുഹമ്മദ് നബിന്റെ പേരിൽ കഴിയില്ല എന്നാണ്. അബൂലഹബ് എന്നെ പറഞ്ഞിട്ട് പറയണ്ട്, മുഹമ്മദ് നിന്നെയല്ല ഞങ്ങൾ അവിശ്വസിക്കുന്നത് കേട്ടോ, നീ കളവ് പറഞ്ഞു എന്ന് ബോധമേ തോന്നലേ ഞാൻ കണക്കിച്ച് പറഞ്ഞോ, കിച്ച് സത്യസന്ധമായിട്ട് തന്നെയാണ് പറയുന്നത്.
പക്ഷെ ഞങ്ങൾ അവിശ്വസിക്കുന്ന ഈ കൊണ്ടുവരുന്ന സന്ദേശത്തെയാണ്. അത് ഞങ്ങൾക്ക് സഹിക്കൂല. അള്ളാനെ മാത്രം ആരാധിക്കണം, മരിച്ചിട്ട് ഞങ്ങളൊക്കെ പടച്ച വിചാരണ നടത്തും, ഈ പ്രമാണിമാരായ ഞങ്ങളൊക്കെ വിചാരണ നടത്തി നരകത്തേക്ക് ആക്കും, അതൊന്നും ഞങ്ങൾ സമ്മതിക്കൂല. ഇജ് നേരെ നേർക്കും പറഞ്ഞ എനിക്ക് എന്തോ ബാധിച്ചതാണ് അങ്ങനെ പറഞ്ഞത്. ഇജ് കളവ് പറയുന്നുള്ള ആരോപണം ഞങ്ങൾക്കില്ല. ഇതൊക്കെ ഞാൻ പറയുന്നതിന്റെ അർത്ഥം, ഒരിക്കലും മനുഷ്യന്റെ കാര്യത്തിൽ കളവ് പറഞ്ഞു എന്ന് എതിരാളികൾ പോലും ആരോപിക്കാത്ത ഒരു മനുഷ്യൻ ദൈവത്തിന്റെ പേരിൽ കളവ് പറഞ്ഞു എന്നിട്ടൊരു പുസ്തകം തന്റേതായ പുസ്തകം വേറൊരുതാന്ന് പറഞ്ഞു എന്ന് പറഞ്ഞത് സാധാരണ മട്ടിൽ സ്വീകാര്യമായ ഒരു കാര്യമല്ല. ഇതേപോലെ ഒരുപാട് സംഗതികൾ നമ്മൾ കാണാൻ കഴിയും. ദൈവികമാണ്, നബി പറഞ്ഞതൊക്കെ സത്യമാണ്, വഹി രണ്ട് രൂപത്തിൽ ഖുർആനായതും ഹദീസായതൊക്കെ വെവ്വേറെ വന്നതൊക്കെ വഹിയായതുകൊണ്ടാണ്, മറ്റു വഹിയല്ല രീതിയിൽ നബി ഇങ്ങനെ സംസാരിക്കുന്നതൊക്കെ വേറിട്ട് കാണുന്ന ഒക്കെ രീതിയിൽ വരാൻ കാരണം ഈ ഖുർആൻ വഹിയായി വന്നുകൊണ്ടാണ്. ഇനി നമ്മൾ ഒന്ന് രണ്ട് സംഭവം കൂടി സാന്ദർഭികമായിട്ട് നമുക്ക് അതിട്ട് അനുസ്മരിച്ചു പോകേണ്ടതുണ്ട്. ഒന്ന്, ഇപ്പൊ ഖുർആൻ നബിയുടെ കാലത്ത് 23 വർഷത്തിന്റെ അടുക്ക് നടന്ന പല സംഭവങ്ങൾ നമ്മൾ നോക്കുക. സ്വന്തം പ്ലാൻ ചെയ്തുണ്ടാക്കിയ ഒരു മതമാണ്, ഒരു വഹിയാണ്, ഒരു കിതാബാണ് എങ്കിൽ പല രംഗത്തും ആ സംഭവിച്ചതുപോലെ അല്ലായിരുന്നു സംഭവിക്കുക. പലതിലും മാറ്റാം. സാധാരണ അവനുണ്ടാക്കുന്ന പരിപാടിയാണല്ലോ, പദ്ധതിയാണല്ലോ, അതിൽ പലതിലും മാറ്റാം. ഉദാഹരണമായിട്ടൊന്ന്, ഹുദൈബിയ സന്ധി എല്ലാവർക്കും അറിയുന്ന സംഗതിയാണ്. ഹുദൈബിയ സന്ധി എന്ന് പറഞ്ഞാൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ പോയിട്ട് 6 വർഷം പിന്നിട്ടിട്ട് 6 വർഷം അവിടെ പിന്നിട്ടു. ആളുകളൊക്കെ പ്രബോധനം ചെയ്ത് ആളുകളൊക്കെ പ്രശ്നങ്ങളായി നിൽക്കുകയാണ്. അങ്ങനെ മദീനയിൽ നിന്ന് മക്കയിലേക്ക് ഉംറ നിർവഹിക്കാൻ വേണ്ടി വരികയാണ്. മദീനയിൽ പോയ ശേഷം ആദ്യമായിട്ട് നബി വരിക മക്കത്തേക്ക്, പിന്നെ അനുയായികളെയും കൊണ്ട് വരികയാണ്. ആ വരും എന്നുള്ളത് റസൂൽ സ്വപ്നം കണ്ടിരുന്നു. അത് അനുയായികളോട് പറഞ്ഞു, അങ്ങനെ മക്കത്ത് പോയി നമ്മൾ ഉംറ ചെയ്യും, കഅബ തവാഫ് ചെയ്യും എന്നുള്ള സ്വപ്ന ദർശനമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് നബി ജനങ്ങളോട് പറഞ്ഞു. നബി അനുയായികളെയും കൊണ്ട് മദീനയിൽ നിന്ന് മക്കയിലേക്ക് പോവാണ്. അതാണ് ഹുദൈബിയ സന്ധി. ആ സന്ധിയിൽ നബി പറഞ്ഞത് നമ്മൾ കഅബ തവാഫ് ചെയ്യുന്ന, അങ്ങനെ പറഞ്ഞു, പ്രഖ്യാപിച്ചു. അങ്ങനെ ആളുകളെയും കൊണ്ടുവന്നു. റസൂല് മദീനയിൽ നിന്ന് മക്കയിലേക്ക് എത്തി. അതിനു മുമ്പ് തന്നെ സംഭവങ്ങൾ നടക്കുന്നുണ്ട്, പല സംഭവങ്ങളുണ്ട്. അങ്ങനെ മക്കയിലേക്ക് എത്തിയപ്പോൾ മക്കയുടെ ഹറം എന്ന് പറയുന്ന അതിർത്തി, കഅബന്റെ ചുറ്റുള്ള വിശുദ്ധമായ ഒരു ഏരിയയാണ്, അതാണ് ഹറം എന്ന് പറഞ്ഞത്. ആ ഹറമിന്റെ ഒരു അതിർത്തിയാണ് ഹുദൈബിയ എന്ന് പറഞ്ഞത്. ഹുദൈബിയ എന്ന് പറഞ്ഞാൽ സൗദി അറേബ്യയിലേക്ക് പോയവർക്ക് അറിയാം, ജിദ്ദയിലേക്ക് പോകുന്ന വഴിയിലാണ്. ഒരു 18-20 കിലോമീറ്റർ പോയാൽ ഷമാസിയ എന്നൊരു ഏരിയ ഉണ്ട്, ബൈ റോഡ് പോകുമ്പോ. അതിന്റെ ഏരിയയാണ് ഹുദൈബിയ എന്ന് പറഞ്ഞ സ്ഥലം. അവിടെ പോയാൽ കാണാതെ ഹുദൈബിയന്റെ ഇതൊക്കെ അവിടെ കാണാം. ആണ് ഹുദൈബിയ സന്ധി നടന്ന സ്ഥലം. അതൊരു ഹറമിന്റെ ഒരു അതിർത്തിയാണ്. ആ അതിർത്തിയിലേക്ക് കടക്കാൻ അനുവദിക്കാതെ ഖുറൈശികളാണ് തടഞ്ഞു നബിനെയും കൂട്ടരി. ഹറമിന്റെ അതിർത്തിയിലേക്ക് കടന്നാലുള്ള പ്രശ്നത്തെ യുദ്ധം പറ്റൂല, അത് ഖുറൈശികൾ അംഗീകരിക്കണം. ഹറമിന്റെ അതിർത്തിയിൽ യുദ്ധം പാടില്ല എന്നാ. 4 മാസത്തിൽ ഏതായാലും പറ്റൂല. മുഹറം, ദുൽഖഅദ, ദുൽഹിജ്ജ, മുഹറം, റജബ്, പറ്റാത്ത 4 വിശുദ്ധ മാസങ്ങൾ ഇപ്പൊ നമ്മൾ കഴിഞ്ഞ മാസങ്ങളൊക്കെ ചർച്ച ചെയ്തല്ലോ. അവിടെ വെച്ചാണ് തടഞ്ഞു. അങ്ങോട്ട് കടക്കായവ അവിടെ വെച്ച് തടഞ്ഞു. സന്ധി സംഭാഷണങ്ങൾ നടന്നു, ദീർഘമായ ചർച്ചകൾ നടന്നു. ചർച്ച നടന്ന എന്താ അറിയോ, ഈ തിരിച്ചു പോകണം എന്നാണ് ഖുറൈശികൾ പറഞ്ഞത്. ഞങ്ങൾ അശ്രദ്ധയിൽ നിങ്ങൾ ഇവിടെ വന്നിട്ട് കഅബ തവാഫ് ചെയ്ത് പോയി എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് അറബിയുടെ അടിയിൽ പോയി നിൽക്കാൻ കഴിയൂല എന്നാ. ഖുറൈശികൾ ആഢ്യന്മാരാണ്, തറവാട്ടുകാരാണ്, അതിന്റെ കഅബന്റെ മുതലാളിമാരാണ്, ഒരു മുത്തവല്ലിമാരാണ്. ഇവിടെ ഞങ്ങൾ നാട്ടിൽ പറഞ്ഞയച്ച് ഇവിടെ നാട് വിട്ടുപോയ ഞങ്ങളൊക്കെ കൂടി വന്നാണ്ട് ഞങ്ങൾ മെല്ലെ നിൽക്കുന്നതിന്റെ ഇടക്ക് വന്ന് ഇവിടെ തവാഫ് ചെയ്ത് മെല്ലെ ചുളുവിൽ പോയി എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഇവിടെ നിൽക്കാൻ കഴിയില്ല, പറ്റൂല, ഒരു കാരണവശാലും അനുവദിക്കൂല. അവിടെയാണ് തടഞ്ഞു. അവസാനം റസൂല് പറഞ്ഞു, ആ റസൂലുമായിട്ട് അവർ സംഭാഷണത്തിന് തയ്യാറായി. കാരണം ഒരു ചർച്ചക്ക് തയ്യാറാകാൻ മാത്രം ഒരു ശക്തമായ പ്രതിപക്ഷമായിട്ട് മുസ്ലിങ്ങൾ മാറി. മറ്റേ അവഗണിച്ചാൽ വിടല, എന്ത് അതല്ല, നമുക്ക് ചർച്ച ചെയ്യാന്ന് പറഞ്ഞവര് ചർച്ച ചെയ്തു. പല ആളുകളും വന്നു ചർച്ചക്ക് നബിയായിട്ട്. സുഹൈൽ ബിൻ അംർ എന്ന് പറയുന്ന
ഖുറൈശികളുടെ ഉജ്ജ്വല വാഗ്മിയും നയതന്ത്രജ്ഞനും ഒക്കെയായ വളരെ സമർത്ഥനായ സുഹൈൽ വന്നു. അദ്ദേഹമാണ് ആ സന്ധി തീരുമാനാക്കുന്നത്. അദ്ദേഹം നല്ല സമർത്ഥന. അദ്ദേഹം പിന്നീട് മക്ക ഫത്തീന പിന്നീട് 2 വർഷം കഴിഞ്ഞിട്ട് മുസ്ലിം, 4 വർഷം കഴിഞ്ഞിട്ട് മുസ്ലിം ആകുന്നു. അല്ല, 2 വർഷം കഴിഞ്ഞതിന് ശേഷം 8ന്റെ അന്ന് ദാറിലാണ്. അദ്ദേഹത്തിന്റെ മക്കള് ചിലർക്ക് മുസ്ലിങ്ങളായിരുന്നു നേരത്തെ. അങ്ങനെ അദ്ദേഹം വന്ന് അദ്ദേഹം വരുന്ന കണ്ടപ്പോൾ നബി പറഞ്ഞു സന്ധി തീരുമാനാവുന്ന ഒരു ചർച്ച ചെയ്ത് സന്ധിയിലേക്ക് എത്തുന്നു പറഞ്ഞു. കാരണം സുഹൈലാണ് വരുന്നത് പറഞ്ഞു റസൂൽ. കാരണം അദ്ദേഹത്തിന് എനിക്ക് കഴിയും, നല്ല സമർത്ഥനാണ് അദ്ദേഹം. സംഭാഷണം നടത്തി തീരുമാനമായത് എന്താ അറിയങ്ങള്, ഇക്കൊല്ലം തിരിച്ചു പോകണം. നബിയാണ് സംഭവിച്ചു, ആയിക്കോട്ടെ തിരിച്ചു പോയിക്കോളാം. അടുത്ത വർഷം ആയുധങ്ങളൊന്നും ഇല്ലാതെ, സാധാരണ അറബികളുടെ കൂടെ ഉണ്ടാകുന്ന ഒരു വാളുണ്ടാവും, ഉറയിലിട്ടൊരു വാള് അരയിലുണ്ടാവും. അതുകൊണ്ട് ഒരു ചെറിയ സാധാരണ കൊണ്ടെടുക്കുന്ന ഒരു ആയുധം, അല്ലാതെ യുദ്ധത്തിന് കൊണ്ടെടുക്കണമെന്നല്ല. അതൊക്കെ ഇട്ട് വരാം, വേറെ യുദ്ധത്തിനുള്ള ഒരുക്കങ്ങളായിട്ട് വരാൻ പാടില്ല. ആയിക്കോട്ടെ. ഈ പറഞ്ഞ മുടി നമ്മളെ മർക്കസ് കിട്ട് പറഞ്ഞ മുടിയാണ്, അതാണ് ആ സംഭവമാണിത്. ആ മുടിയിലാണ് പറയുന്നത്. നബി എല്ലാവർക്കും ആ മുടി കൊടുത്തു, എല്ലായിടത്തും മുടി എത്തുകയും ചെയ്തു. അപ്പൊ ആളുകൾക്ക് ഇനി നിവൃത്തിയില്ല. നബി ബലിയെടുത്തു, മുടിയെടുത്തു, തഹല്ലുലായി. അപ്പൊ അവരൊക്കെ കുറെ ആൾക്കാരൊക്കെ അറുക്കൽ തുടങ്ങി, ചെറുതൊക്കെ മുടി എടുക്കാൻ തുടങ്ങി, ഒക്കെ ചെയ്തു. ഈ മുടി നബി കൊടുത്തത് ബർക്കത്തെടുക്കാനല്ല, നബി മുടി കൊടുത്തത് തഹല്ലുലായിട്ടുണ്ടെന്ന് ആൾക്കാരെ അറിയണമല്ലോ. അതെല്ലായിടത്തും കൊടുത്തല്ലാതെ നബി മുടി എടുത്തിന് ഇനി നിവൃത്തിയില്ല എന്ന് പറഞ്ഞു. അതിലാണ് ഉമറുല്ലാന് പോയിട്ട് അബൂബക്കറിന്റെ അടുത്ത് പോയത്. നബിന്റെ അടുത്ത് പോയിട്ട് രക്ഷയില്ലാതെ അബൂബക്കറിനോട് പറഞ്ഞു നബി ഇങ്ങനെയാണല്ലോ പറയുന്നത് പറഞ്ഞു. അപ്പോ അബൂബക്കർ പറഞ്ഞു അതെ, അദ്ദേഹം അങ്ങനെയാണ് പറയുന്നത്. നബിനോട് സംസാരിച്ച് തിരിച്ചു പോണത് ആവശ്യതാണ്, തിരിച്ചു പോണത് ക്യാൻസൽ ആക്കണം. അബൂബക്കർ പറഞ്ഞു എനിക്ക് കഴിയില്ല, അത് അള്ളാന്റെ റസൂലാണ്. അള്ളാന്റെ റസൂലാണ്. നബിനോട് പോയി പറഞ്ഞപ്പോ നബി ചോദിച്ചത്, നബി പറഞ്ഞത് ഉമറിനോട് പറഞ്ഞത് ഞാൻ അള്ളാഹുവിന്റെ റസൂലാണ്, അള്ളാഹ് പറയണത് കേൾക്കല്ല, എനിക്ക് നിർവാഹമല്ല, ഞാൻ അതേ ചെയ്യൂ എന്ന് പറഞ്ഞു. അബൂബക്കറിനോട് പറഞ്ഞപ്പോ അള്ളാഹുവിന്റെ റസൂലാണ്, കേൾക്കണം, നമ്മള് ക്ഷമിച്ച് പറയുക, സമ്മതിച്ചു കൊടുക്കുക. അവസാനം മനമില്ല മനസ്സോട് ഉമർ സമ്മതിച്ചു. ഉമർ ഇതൊന്നും സമ്മതിക്കുന്ന ഒരു പ്രകൃതിയല്ല ഉള്ളത്. എല്ലാവരും തിരിച്ചു പോകാൻ ഇങ്ങനെയാണ് തീരുമാനിച്ചു, തിരിച്ചു പോവാണ്. എല്ലാവരും നിരാശരാണ്. അപ്പോഴാണ് ആയത്തിറങ്ങുന്നത് സൂറത്തുൽ ഫത്ഹ്, ഇന്നാ ഫതഹ്നാ ലക ഫത്ഹൻ മുബീനാ. നിനക്ക് നാം വ്യക്തമായ സുവ്യക്തമായ ഫത്ഹൻ മുബീന, സുവ്യക്തമായ ഒരു വിജയമാണ് നൽകിയിരിക്കുന്നത് എന്നാണ് പറഞ്ഞത്. അപ്പോൾ പോണ വഴിയിലായി ആയത്തിറങ്ങുന്നു. ഉമർബിനി ഇതപ്പോ നബിയെ വിജയം എന്ന് വെച്ചു. ഇത് നമ്മൾ തോറ്റു പോവല്ലേ, എന്ത് വിജയമാണ് ചോദിച്ചു. നബി ഒന്നും മിണ്ടിയില്ല, പോയി തിരിച്ചുപോയി. പിന്നുള്ള 6ാമത്തെ വർഷം, പിന്നെ 8ാമത്തെ വർഷമാണ് ഇസ്ലാമിന്റെ കീഴിൽ മക്കയും മദീനയൊക്കെ വരുന്നത്. 2 വർഷം കൊണ്ട് ആ രാജ്യം മുഴുവൻ ഇസ്ലാമിന്റെ കീഴിൽ വന്നു. അതിനൊരൊറ്റ കാരണം ഉണ്ടായത് ആ യുദ്ധമില്ല എന്ന തീരുമാനം അതിലുണ്ടായതാ. യുദ്ധമല്ല, മുസ്ലിങ്ങളും മുശ്രിക്കുകളും കാഫിറുകളും ഒക്കെ തമ്മിൽ ഒന്നിച്ച് ജീവിക്കൽ തുടങ്ങി, നല്ല സൗഹാർദ്ദത്തിൽ. അതോടെ ആൾക്കാരൊന്നായിട്ട് ഇസ്ലാമിക്ക് ഇങ്ങനെ വന്നു. ഒരു പ്രശ്നം എവിടെയില്ല. ഈ സംഘർഷമുള്ളടത്ത് ആളുകൾ ആദർശം മാറി വരൂല, വാശിയും വട്ടമായിട്ട് നിൽക്കും. സംഘർഷമില്ലാതെ ശാന്തമായ അന്തരീക്ഷം വന്നപ്പോ എല്ലാവരും ഇസ്ലാമിനെ പറ്റി മനസ്സിലാക്കി ഇങ്ങനെ വരൽ തുടങ്ങി. യദ്ഖുലൂന ഫീ ദീനില്ലാഹി അഫ്വാജ, സംഘങ്ങളായിട്ട് മതത്തിലേക്ക് ഇങ്ങനെ വന്നുകൊണ്ടേയിരുന്നു. ഇസ്ലാമിക ചരിത്രകാരന്മാർ അവലോകനം ചെയ്ത് പറയുന്ന ഒരു കാര്യം എന്താ അറിയോ, ആ മക്കത്തെ 13 വർഷവും മദീനയിൽ ആ 6 വർഷവും, അങ്ങനെ മൊത്തം 19 വർഷം. ആ 19 വർഷത്തിന്റെ മൊത്തം കണക്ക് ഇസ്ലാമിലേക്ക് വന്ന ആളുകളും ഈ 2 വർഷം കൊണ്ട് ഇസ്ലാമിലേക്ക് വന്ന ആളുകളുടെ എണ്ണം താരതമ്യം ചെയ്തിട്ട് അവർ പറയുന്നത് തരോ, ഈ 2 വർഷം കൊണ്ടാണ് കൂടുതൽ ആളുകൾ വന്നത് മൊത്തമുള്ളതിനേക്കാൾ. കാരണം സമാധാന അന്തരീക്ഷത്തിൽ ഇസ്ലാം വളരും, സംഘർഷമുള്ളടത്ത് ഇസ്ലാം വളരൂല. അതിനെയാണ് അതിന്റെ തത്വം. ഇന്നും അന്നൊക്കെ അങ്ങനെ തന്നെയാണ്. അപ്പം ആ ഒരു തിരിച്ചുപോയി. അപ്പൊ ഒരു വിജയമാണെന്ന് പിന്നീട് മനസ്സിലായി. ഞാൻ ഇവിടെ പറയുന്നത്, ഈ സംഭവത്തിൽ നബിക്ക് പ്രയാസം ഉണ്ടായി. നബി എന്റെ ഭാര്യന്റെ അഭിപ്രായം ചോദിക്കേണ്ടി വന്നു.
പല സഹാബികൾക്ക് ഭയങ്കര മടുപ്പുണ്ടായി. ഇതിങ്ങനെയൊക്കെ സംഭവിക്കുന്നു നേരത്തെ തന്നെ നബിക്ക് അറിയുമായിരുന്നെങ്കിൽ. നബി പ്ലാൻ ചെയ്തൊരു സംഗതിയാണ്. അള്ളാന്റെ വഹി അനുസരിച്ച് നടന്നൊന്നല്ല, ഖുർആൻ അനുസരിച്ചൊന്നല്ല, വഹിയും നബിയൊന്നുമില്ല. ഒരു സാധാരണ മുഹമ്മദ് എന്നുള്ള ഒരു പൗരൻ ചെയ്ത പണിയാണെങ്കിൽ ഇതിനെന്താ ചെയ്യാറ് നിങ്ങള്? ഇതൊക്കെ ഏറ്റവും അടുത്ത വൃത്തങ്ങളിലുള്ള ആളുകളോട് നേരത്തെ പറയും. നമ്മളിങ്ങനെ പോകും, ഇങ്ങനെ പരിപാടി സംഭവിക്കും, പ്രശ്നം ഉണ്ടായി നമ്മൾ മടങ്ങും, അപ്പൊ അതിനാരും ബേജാറൊന്നും വേണ്ട എന്നൊക്കെ പറഞ്ഞ് പ്ലാൻ ചെയ്തു പോലോ. അതൊന്നും ഉണ്ടായില്ല. നേരാന്ന് വിചാരിച്ച് നബിയും പോയി. ഒക്കെ എല്ലാവരും ചെന്ന് അവസാനം കുടുങ്ങി തിരിച്ചു പോരേണ്ടി വന്നു. ഇത് അള്ളാഹുവിന്റെ വഹിയാണെന്നാ പറഞ്ഞത്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത് പറഞ്ഞു. അബൂബക്കർ പറഞ്ഞപ്പോ അള്ളാഹുവിന്റെ റസൂലാണത്, അദ്ദേഹം പറയുന്നത് കേൾക്കാനേ പറ്റുള്ളൂ പറഞ്ഞു. അദ്ദേഹത്തിന് വഹി കിട്ടുന്ന ആളാണെന്ന് പറഞ്ഞു. തിരിച്ചു പറയാൻ പറ്റൂലായിരുന്നു. ഉമറിന്റെ ക്ഷുഭിതനായി ഒക്കെ മാറ്റി അദ്ദേഹം പറഞ്ഞു. ഉമർലാന് പിന്നീട് അതിനെപ്പറ്റി പറയുന്നുണ്ട്. ഉമർലാന് പിന്നീട് പറയുന്നത്, എന്റെ ജീവിതത്തിൽ ഞാൻ ഏറ്റവും പ്രയാസപ്പെട്ട ഒരു സംഗതി അതായിരുന്നു. അള്ളാന്റെ റസൂലിനോട് കയർത്തല്ലോ ഞാൻ ഒരുപാട് പശ്ചാത്തപിക്കുകയും ദാനധർമ്മങ്ങൾ ചെയ്യുകയും ചെയ്തിട്ടുണ്ട് പിന്നീട് അതിന്റെ പേരിൽ. കാരണം ഞാൻ പറഞ്ഞൊക്കെ അബദ്ധമായിരുന്നു. പിന്നീട് ആ സംഭവമാണ് ഏറ്റവും വലിയ വിജയമായിട്ട് മാറിയത്, മുസ്ലിങ്ങൾക്ക് വലിയ സ്വാധീനം ഉണ്ടാക്കിയതൊക്കെ. പല സംഭവങ്ങൾ അതിന്റെ പേരിൽ പിന്നെ ഉണ്ടായിരുന്നു അനുകൂലമായിട്ട്. അപ്പൊ ഇത് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, മുഹമ്മദ് എന്ന മനുഷ്യൻ വ്യക്തിപരമായിട്ട് നബി അല്ലാതെ പ്ലാൻ ചെയ്തൊരു സംഗതിയായിരുന്നു ഖുർആനും മതമൊക്കെ എങ്കിൽ ഈ സംഭവത്തിൽ ഇങ്ങനെയൊന്നും അല്ല ഉണ്ടാവുക. ഇത് നേരത്തെ അടുത്ത ആളുകളോടൊക്കെ പറഞ്ഞ് റെഡിയാക്കും. ഞാൻ അങ്ങനെയൊക്കെ പോകുന്നുണ്ട്, നമുക്ക് ഇങ്ങനെ പോകട്ടോ എന്നൊക്കെ പറഞ്ഞ് റെഡിയാക്കിയിട്ട് അവിടെ സംഭവിച്ചാൽ നമ്മളിങ്ങനെ തിരിച്ചു. അപ്പൊ നിങ്ങളൊക്കെ എല്ലാം എന്റെ അനുകൂലം പറഞ്ഞുകൊണ്ടി ഇതൊക്കെ എതിര് പറയാ, പ്രശ്നം ഉണ്ടാകുക, സങ്കടം ഉണ്ടാകുക, ഒക്കെ തിരിച്ചു പോരേണ്ടി വരിക. ഇതൊക്കെ നടക്കുന്നത് നബിക്ക് സ്വന്തമായിട്ട് ഇതിലൊരു സ്വാധീനം ഇല്ലാത്തതുകൊണ്ടാണ്. ഒരു സ്വാധീനമില്ല. എന്തെങ്കിലും തരത്തിലുള്ള സ്വാധീനം ഉണ്ടായിരുന്നെങ്കിൽ ഈ രൂപമൊക്കെ മാറിയിട്ട് സാധാരണ നമ്മൾ പ്ലാൻ ചെയ്ത് നടപ്പാക്കുന്ന ഈ രാഷ്ട്രീയക്കാർക്ക് ചെയ്യുന്ന മാതിരി പല കോലും ഉണ്ടാക്കുമല്ലോ അവര്. ഉണ്ടാക്കിയിട്ട് പിന്നെ അതിന്റെ രക്ഷകരായിട്ട് തന്നെ വരും എന്ന മാതിരിക്ക് ചെയ്താൽ മതിയല്ലോ. അതൊന്നുമില്ലാതെ അതാണ് ഖുർആൻ ദൈവികം തന്നെ എന്നതിന് ഈ ചരിത്ര സംഭവങ്ങൾ തന്നെ സാക്ഷി. വേറെ സംഭവം കൂടി നോക്കൂ നിങ്ങള്. ഈ ബനു മുസ്തലഖ് യുദ്ധം കഴിഞ്ഞ് റസൂലും സഹാബികളും മടങ്ങുകയാണ്. യുദ്ധം പലതും ചെറുതും വലുതൊക്കെ നടന്നു. ആ യുദ്ധം കഴിഞ്ഞ് മടങ്ങുന്ന സന്ദർഭത്തിൽ ഈ സാധാരണ യുദ്ധം കഴിഞ്ഞ് മടങ്ങുമ്പോൾ യാത്രാ സംഘങ്ങളാണ് ഇവര്. യാത്രാ സംഘം തന്നെ ഒട്ടകപ്പുറത്ത് കൂടാരം ഉണ്ടാക്കി അതിൻ്റെ ഉള്ളിൽ ഇരിക്കും, ഒട്ടകത്തിന് പുറത്തിരിക്കും, കുറച്ച് ആൾക്കാർ നടക്കുന്നുണ്ടാവും ടീമായിട്ട്. അങ്ങനത്തെ ഒരു കാലം ലോകമാണത്. അങ്ങനെ മടങ്ങിപ്പോവാ. അങ്ങനെ യാത്രാ സംഘങ്ങളുടെ പിന്നിൽ ഒരാളെ റസൂൽ നിശ്ചയിക്കും. ചിലപ്പോൾ റസൂൽ തന്നെ ആയിരിക്കും, അല്ലെങ്കിൽ ആരെയും നിശ്ചയിക്കും. ഏറ്റവും പിന്നിൽ വരാൻ വേണ്ടി ഒരാളെ നിശ്ചയിക്കും. അത് നിശ്ചയിക്കുന്നത് അതിന്റെ എല്ലാം അവസാനം അറിഞ്ഞിങ്ങനെ പോയി എന്തെങ്കിലും ആരെയും വഴി തങ്ങിയിട്ടുണ്ടോ, വീണെടുക്കുന്നുണ്ടോ, പ്രശ്നങ്ങളുണ്ടോ എന്നൊക്കെ അറിയാനോ ഒക്കെ അന്വേഷിച്ച് തീരുമാനമാക്കി പോരേണ്ട ആളാണ്. അങ്ങനെയാണ് ഉണ്ടാവാറുള്ളത്. ഈ യാത്രയില് സഫ്വാൻ ബിൻ മുഅത്തിൽ പറഞ്ഞൊരു സഹാബി വരുന്നുണ്ട്. അദ്ദേഹത്തെയാണ് നബി ചുമതലപ്പെടുത്തിയത്. അങ്ങനെ യാത്രാ സംഘം ഇങ്ങനെ പോകുന്നു. കുറച്ച് കഴിഞ്ഞ് ഇങ്ങനെ അദ്ദേഹം ഇങ്ങനെ വരുമ്പോണ്ട് ആയിഷ റളിയല്ലാഹു അൻഹ ഒരു മരത്തിന്റെ ഇതിന്റെ താഴെ ഇരുന്നിട്ട് അങ്ങനെ ഉറങ്ങണ്. എല്ലാരും പോയിണ്. ആയിഷ അള്ളാഹിനെ കിടന്നുറങ്ങാണ്. ഇരുന്നുറങ്ങിപ്പോയതാ ഇരിക്കുന്നിടത്ത്. അപ്പൊ അവരുടെ ടെന്റ് പറഞ്ഞാ ഒട്ടകപ്പുറത്തുള്ള കൂടാരം, അത് കൊണ്ടടക്കുന്ന ഒരാളുണ്ടാവുമല്ലോ, അയാളെ എടുത്തു പോയിണ്. അപ്പൊ അയാളെ വിചാരം അതിനുള്ള ആയിഷ അള്ളാഹ് ഉണ്ട് എന്നാണ്. ആയിഷ അള്ളാഹിനെ പറ്റി പിന്നീട് പറയുന്നത്, അന്ന് ഞങ്ങളൊക്കെ ഭക്ഷണം കുറഞ്ഞായിട്ട് മെലിഞ്ഞ പ്രകൃതി, ഞാനാണെങ്കിൽ വളരെ യുവതിയാണ്, ചെറുപ്പക്കാരത്തിയാണ്, ഞാൻ ഉണ്ടോ ഇല്ലെന്ന് തീരുമാനിക്കാൻ കഴിയില്ല, അത്രയും ഭാരം കുറവായിരുന്നു. അപ്പൊ അദ്ദേഹം അങ്ങനെ കൊണ്ടുപോയി. അങ്ങനെ സഫ്വാൻ വന്നപ്പോ ആയിഷ അള്ളാഹിനെ അങ്ങനെ ഇരിക്കണം. അദ്ദേഹം ഇന്നാ ഇല്ലാഹി വഇന്നാ ചൊല്ലി അത്ഭുതപ്പെട്ട് എന്താ ഇരിക്കണു. അപ്പൊ ഉണർത്തി, ഉറങ്ങിപ്പോയതാ. അപ്പൊ ആയിഷ അള്ളാഹിനെ പറ്റി പറഞ്ഞ് ആയിഷ അള്ളാഹിന്റെ കഴുത്തിൽ ചെറിയൊരു മാല ഉണ്ടായിരുന്നു, അത് കാണാതായി. അതിനെ തെരഞ്ഞെടുക്കേനി, മലമൂത്ര വിസർജനത്തിനൊക്കെ പുറത്തു പോയതേനി. അങ്ങനെയാണ് അന്നത്തെ രീതി. വേറെ സൗകര്യങ്ങളൊന്നുമില്ല. വന്നപ്പോക്ക് ഇവലൊക്കെ പോയി. ഞാനതിൽ ഉണ്ടാവും വിചാരിച്ച് എന്റെ ഒട്ടകത്ത് തെളിച്ചാൽ പോവുകയും ചെയ്ത. ആകെ പ്രശ്നമായി. പിന്നെ ആ മാല കിട്ടുകയും ചെയ്തു. ഒട്ടകം എടുത്തു പോയപ്പോഴും കിട്ടി.
അങ്ങനെ സഫ്വാൻ എന്ത് ചെയ്തു? ആയിഷ അള്ളാനെ തിരിച്ചു പറഞ്ഞു. അവിടെ മുമ്പ് കണ്ടിരുന്നു എന്നാണ് ആ ഹദീസിൽ പറയുന്നത്. അങ്ങനെ തന്റെ ഒട്ടത്തിന്റെ കൂടാരത്തിൽ കയറ്റി മുന്നിൽ കയറ് പിടിച്ച് അങ്ങനെ നടന്നു. ആയിഷ അള്ളാനെ പറയുന്നുണ്ട്, വളരെ മാന്യനായ ഒരു മനുഷ്യനായിരുന്നു സഫ്വാൻ. ഒരക്ഷരം എന്നോട് ഉരിയാടിയിട്ടില്ല, വേറൊന്നും പറഞ്ഞതുമില്ല. ഞാൻ പറയുമ്പോൾ നിർത്തി തരണം തരുമ്പോൾ നിർത്തി തരും, അവിടെ ഇറങ്ങിയിരിക്കും കുറച്ചു നേരം, പിന്നെയും പോവും. അങ്ങനെ എല്ലാവരും മദീനത്ത് എത്തുമ്പോൾ ഞങ്ങൾ വൈകി അങ്ങനെ വരുന്നുണ്ട്. അതങ്ങനെ സംഭവിച്ചു. അപ്പോഴാണ് ഈ സംഭവം എല്ലാവരും പറഞ്ഞു ഇങ്ങനെ ആയിഷ അള്ളാൻ എത്തിയിട്ടില്ല എന്നുള്ളത്. അപ്പൊ ആളുകള്, മുനാഫിക്കുകൾ, കപടവിശ്വാസികൾ, അബ്ദുല്ലാഹിബിൻ ഉബൈ ഇബ്നു സുലൂലിന്റെ നേതൃത്വത്തില് ഒരു ടീം ഇറങ്ങിയിട്ട് ആയിഷ അള്ളാനെയും നബിന്റെ ഭാര്യയും ഈ സഫ്വാനെയും സംബന്ധിച്ച് ആരോപണം പറഞ്ഞുണ്ടാക്കി. നബിന്റെ പെണ്ണുങ്ങൾ എന്നതാ വേറൊരാളെ കൂടെ വരുന്നു പറഞ്ഞാണ്ട് ആകെ സ്തംഭിച്ചു പോയി മദീന. 40 ദിവസത്തെ തീരുമാനം. അത്രയും ദിവസം, ഒരു മാസത്തിലേറെ സമയം മദീന അക്ഷരാർത്ഥത്തിൽ സ്തംഭിച്ചു പോയി. നബിയും അനുയായികളും സ്തബ്ധരായിപ്പോയി. എന്ന് പറഞ്ഞാൽ നബിന്റെ ഭാര്യനെ പറ്റിയാണ്, യുവതിയായ ഭാര്യനെ പറ്റി. ആയിഷ വളരെ പ്രായം കുറഞ്ഞ സ്ത്രീയാണ് പറഞ്ഞുണ്ടാക്കിയത്. സാഹചര്യ തെളിവുകൾ ഒലുക്കി വ്യാഖ്യാനിക്കാവുന്ന രൂപത്തിലാണ് ആകെ പറഞ്ഞുണ്ടാക്കി. പ്രശ്നമായി. ആയിഷ ഇതൊന്നും അറിയില്ലായിരുന്നു. ആളുകൾ പറഞ്ഞു നബിന്റെ വീട്ടിലായിരുന്നു. ആയിഷ തന്നെ സംഭവം പറയും. നബിന്റെ അടുത്ത് ഒരു കൈഫത്തിക്ക് എന്താ വിശേഷം എന്നൊക്കെ വളരെ സ്നേഹത്തിലും ബഹുമാനത്തിൽ ചോദിക്കുന്നത്. വേറെ വർത്താനം നബിന്റെ അടുത്തില്ല. അത് ചോദിച്ച് നബിയാണ് പോകും. അത് മാത്രമേ ചോദിക്കുള്ളൂ. അപ്പൊ എന്താണ് ഇങ്ങനെയെന്ന് അന്വേഷിച്ചപ്പോഴാണ് ഇങ്ങനെയൊക്കെ എന്നെ പറ്റി ആളുകൾ പറയുന്നുണ്ട് എന്നുള്ള വിവരം ഞാൻ അറിയുന്നത്. അവസാനം നബി അങ്ങനെ പറഞ്ഞു കേട്ടപ്പം ആയിഷ വീണ്ടും കരച്ചില്ല. ഞാൻ നിരപരാധിയാണ്, എന്റെ പേരിൽ ആൾക്കാർ ഇങ്ങനെ പറഞ്ഞുണ്ടാക്കി, അള്ളാന്റെ റസൂല് വരെ എന്നോട് ഇങ്ങനെയാണല്ലോ പെരുമാറുന്നത് എന്ന് വെച്ച് ആയിഷ അള്ളാനെ കരയാൻ തുടങ്ങി. നേരം വെളുക്കോളും കരഞ്ഞു, ഉറങ്ങിയനല്ല. അവസാനം ഞാന് റസൂലിനോട് അനുമതി വാങ്ങി എന്റെ ബാപ്പാന്റെയും അബൂബക്കറിന്റെ ബാപ്പ ഉമ്മാന്റെ അടുത്തേക്ക് തിരിച്ചുപോയി, വീട്ടിലേക്ക് പോയി. അവിടെ കുത്തുന്ന കുറച്ചാലോ. അപ്പൊ അവിടെ ചെന്നപ്പോഴും ചോദിച്ചു ബാപ്പാനോട് ഉമ്മാടി, എന്താണ് ആളുകൾ പറയുന്നത്? മോളെ അങ്ങനെയൊക്കെ പറയുന്നുണ്ട്, എന്താ ചെയ്യുക? അള്ളാന്റെ റസൂലല്ലേ, എന്തേ തീരുമാനം വരുമോ നോക്കുക. നിരപരാധിയാണെങ്കിൽ അത് തെളിയും. നബി ആയിഷ നബി ചോദിച്ചു, ആയിഷ നബിയാണ്, പക്ഷെ മനുഷ്യനാ. ചോദിച്ചു, എന്തെങ്കിലും പറ്റിയിട്ടുണ്ടെങ്കിൽ പറഞ്ഞു പടച്ചോ തോപയും സ്വീകരിക്കും, ഇല്ലെങ്കിൽ എന്റെ നിരപരാധി തെളിയിക്കുക. അതോടെ ആയിഷക്ക് വീണ്ടും പ്രശ്നമായി, വളരെ പ്രശ്നമായി. ഉറങ്ങാത്ത രാത്രികൾ എന്ന് പറഞ്ഞാൽ അത്രയും ടെൻഷൻ അടിച്ച് നടന്നു. നബി എന്നോട് ഇങ്ങനെ ചോദിച്ചല്ലോ. പിന്നെ നബി അലി റളിയല്ലാഹു അൻഹു വിളിച്ചു ചോദിച്ചു, സെയ്ദിനോട് ചോദിച്ചു, ആയിഷാന്റെ സേവികയായിരുന്ന ബരീറയോട് ചോദിച്ചു, എന്താ എന്റെ വീട്ടുകാർ ഒക്കെ നല്ല നല്ല അഭിപ്രായങ്ങൾ പറഞ്ഞു. അലി മാത്രം പറഞ്ഞു, എത്രയും പെണ്ണുങ്ങൾ ഇഞ്ഞി പെണ്ണിട്ടാലോ എന്നൊക്കെ പറഞ്ഞ അലി. ആയിഷാനെ പിന്നെ അങ്ങനെ പറയുന്നുണ്ട്. ഈ നബിനെ കുളിപ്പിച്ച ആളുകളുടെ പേര് പറഞ്ഞു കൊടുത്ത അലി റളിയല്ലാഹുവിന്റെ പേര് ആയിഷാനെ പറയുന്നില്ല. നബി മരിച്ചപ്പോ കുളിപ്പിച്ച ആളുകളുടെ പേര് ഇങ്ങനെ അലി റളിയല്ലാഹുവിന്റെ പേര് വിട്ടു. വിടാൻ കാരണതാ നബിനോട് അങ്ങനെ പറഞ്ഞില്ലേ അലി എന്നുള്ളതാണ്. വേറെ പെണ്ണുങ്ങളിൽ ഇനി കെട്ടിക്കൂടെ നബിയെ, അതിൽ പ്രശ്നമാക്കൊന്നും വേണ്ട എന്നൊക്കെ പറഞ്ഞു. ബരീറനോട് ചോദിച്ചോ, ബരീറ ആയിഷാന്റെ സേവികയായിരുന്നു. ബരീറ പറഞ്ഞ് ഒരു പ്രശ്നമില്ലാത്ത വളരെ സംശുദ്ധമായ വ്യക്തിത്വമുള്ള ഒരാളാണ് ആയിഷ. ആകെ ചെറിയ പ്രായമല്ലേ, അപ്പൊ ഈ ഗോതമ്പിന്റെ മാവൊക്കെ കുഴച്ച് വെച്ചിട്ടുണ്ടാവും ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി, റൊട്ടി ഉണ്ടാക്കാൻ വേണ്ടി, ഹുബ്സ് ഉണ്ടാക്കാൻ വേണ്ടി. അതിന്റെ അടുക്കടെ വെച്ചാണ്ട് അവിടെ ഇങ്ങനെ ഉറങ്ങിയിട്ടുണ്ടാവും ചിലപ്പോ. അപ്പൊ ആട് വന്നത് തിന്നും, അതല്ലാതെ വേറെ കുഴപ്പമൊന്നും ഉണ്ടാവില്ല. വളരെ നല്ല സ്വഭാവമാണ്. അപ്പം നബി ചോദിച്ചു, ഞാൻ എന്റെ ഭാര്യനെ പറ്റി ചോദിച്ചിട്ട് എല്ലാവരും നല്ല അഭിപ്രായം പറഞ്ഞു, ഒരു പ്രശ്നവും ആർക്കുമില്ല, എന്താണ് ഈ പ്രചാരണം എന്ന് ചോദിച്ചു. മുനാഫിക്കുകളാകെ പ്രചരിപ്പിച്ചു. അതില് മിസ്തഹ് എന്ന് പറയുന്ന അബൂബക്കറിന്റെ ചെലവിൽ കഴിയുന്ന ഒരു കുടുംബം ഉണ്ടായിരുന്നു. മുസ്ലിങ്ങളാണ് അവര്. അബൂബക്കറിന്റെ ചെലവ്, അബൂബക്കർ സമ്പന്നനാണ്, അദ്ദേഹം ചെലവ് കൊടുത്ത് നിർത്തുന്ന ഒരു കുടുംബ. അബൂബക്കറിന്റെ മകളാണ് ഈ ആയിഷ എന്ന് പറഞ്ഞു. ആ പ്രചാരണത്തിൽ അവരും പങ്കുചേർന്നു. വെറുതെ എങ്ങനെ കിട്ടിയ ചാൻസിൽ എല്ലാവരും കുറേശ്ശെ പറഞ്ഞു. ഉണ്ടാക്കിയത് മുനാഫിക്കുകളായിരുന്നു. അതിലാണ് അബൂബക്കർ പറഞ്ഞത്, ഇനി മേലാൽ ഞാൻ നിങ്ങൾക്ക് ചെലവിന് തരൂല. ഒരു സാമ്പത്തിക സഹായങ്ങൾക്ക് ഉറപ്പിച്ച പോലെ അങ്ങനെ ഖുർആനെ പറ്റി പിന്നെ ആയത്തൊക്കെ ഇറക്കുന്നത്, അങ്ങനെ ചെയ്യാൻ പാടില്ല.
അങ്ങനെ ചെയ്യരുത് അറിയണ അബൂബക്കർ പറഞ്ഞു. അബൂബക്കർ ആയത്തിൽ പറയുന്നത് നിങ്ങൾ പുറത്തു കൊടുക്കണം എന്നാണ് അബൂബക്കർ. അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടാക്കി വിട്ടുകൊടുത്തേക്ക്. നിങ്ങൾക്ക് അള്ള പുറത്തു തരുന്നത് നിങ്ങൾക്ക് താല്പര്യമില്ല ചോദിച്ചു. അതാ ഖുർആൻ ചോദിക്കുന്നത്. നിങ്ങളുടെ കാര്യങ്ങളൊക്കെ അള്ള പുറത്തു തരുന്നത് നിങ്ങൾ ആഗ്രഹിക്കണ്ടല്ലോ, ഇത് നിങ്ങൾ ആർക്കൊക്കെ വിട്ടുവീഴ്ചയും ചെയ്യൂലേ, അതെങ്ങനെയാ നടക്കുക? അബൂബക്കർ ഞാൻ കൊടുത്തു, വിട്ടുവീഴ്ച ചെയ്തു പറഞ്ഞു. എന്റെ എല്ലാം പുറത്തു തരണമെന്നാണ് എനിക്ക് ആഗ്രഹം എന്നിട്ട് അതൊക്കെ പുനഃസ്ഥാപിച്ചു, ചെയ്തു കൊടുത്ത ചെലവുകളൊക്കെ. അങ്ങനെയൊക്കെ കുറെ സംഭവങ്ങൾ. അവസാനം 10-40 ദിവസം കഴിയുമ്പോഴാണ് അള്ളാഹുവിന്റെ വഹ്യ് വരുന്നത്. അതുവരെ നബി ഇങ്ങനെ കുടുങ്ങി നിൽക്കുകയാണ്. മുസ്ലിം സമൂഹം സഹാബികൾക്ക് മദീന ഇങ്ങനെ സ്തംഭിച്ചു നിൽക്കുകയാണ്. ആ വഹ്യ് ഇറങ്ങി. ഇന്നല്ലദീന ജാഊ ബിൽഇഫ്കി ഉസ്ബത്തും മിൻകും. സൂറത്തുൻ നൂറില് ഈ പ്രശ്നമുണ്ടാക്കി നിങ്ങളെ കൂട്ടത്തിൽ തന്നെ ചില ആളുകളാണ്. നേതൃത്വം കൊടുത്തവൻ അതിന് കഠിനമായ ശിക്ഷ. നേതൃത്വം മുനാഫിക്കിന് അത് അബ്ദുല്ലാഹി ഇബ്നു ഉബൈ ഇബ്നു സുലൂല. ബാക്കിയുള്ളവർക്കൊക്കെ അതിൻ്റെതായത് കിട്ടും എന്നൊക്കെ പറഞ്ഞിട്ട് ആയത്തിന്റെ ഇറങ്ങി. നബി അത് ഇങ്ങനെ ഓതിക്കൊടുത്തു. അപ്പോഴാണ് ആളുകളുടെ മനസ്സിൽ ആ ഭാരമൊക്കെ ഇറങ്ങി തീരുമാനം വരുന്നത്. അതിന്റെ സംഭവം ആയിഷ അള്ളാന്റെ അടുത്ത് പോയിട്ട് നബി ഇത് ഓതിക്കൊടുത്തു, നിരപരാധിത്വം തെളിയിച്ചിട്ട്. അപ്പോ അബൂബക്കറും ഭാര്യ അത് ഉമ്മയും ബാപ്പയും പറഞ്ഞു, നബിനോട് സ്തുതി പറയുന്നു. ആയിഷ ഞാൻ തന്നെ നബിനോട് സ്തുതി പറയുന്നു ചോദിച്ചു. ഞാൻ അള്ളാഹിനെയാണ് സ്തുതിക്കുന്നത്, ഞാൻ അള്ളാഹുവിനെയാണ് സ്തുതിക്കുന്നത്. അങ്ങനെയാണല്ലോ, നബിനോടല്ലേ സ്തുതി, അള്ളാഹുവിനെ സ്തുതിക്കുന്നു. പക്ഷെ അള്ളാൻ അങ്ങനെ പല വാക്കുകൾ പറയുന്നുണ്ട് നബിനോട്. അതിൽപ്പെട്ട ഒന്നാണത്. വളരെ വ്യത്യസ്തമായ ചില നിലപാടുകളൊക്കെ നബിനോട് സ്വീകരിക്കലുണ്ട്. ഭാര്യ ഭർത്താവാണ്, അതിൽ അതിൻ്റെതായ ചില സ്വഭാവങ്ങൾ ഉണ്ടാവുമല്ലോ. അപ്പോ അങ്ങനെ ആ ആയത്തിന്റെ ഇറങ്ങിയതാണ് ക്ലിയറായി വിഷയം. എല്ലാവർക്കും ആരൊക്കെയാണ് ഈ മിസ്തഹനും കുടുംബത്തിനും അതിൽ കൂടി കൊടുത്തവർക്കൊക്കെ അള്ളാഹുവിന്റെ റസൂൽ മാപ്പ് കൊടുത്തു. അല്ലൊക്കെ ചില നടപാടുകളൊക്കെ എടുത്ത് മുന്നോട്ട് പോയി. ഞാൻ പറയുന്നത് ഇത് മദീനത്ത് നടന്ന വഹ്യ് കിട്ടുന്നു എന്ന് പറയുന്നേ അല്ല, വഹ്യല്ല, സ്വന്തം തരികിട പരിപാടിയാണെന്ന് ആരോപിക്കുന്ന ഒരു സന്ദർഭമാണുള്ളത്. ഖുർആനെ സംബന്ധിച്ച് നബിക്ക് വഹ്യല്ല വരുന്നതെന്നുള്ളത് ആ വിഷയത്തിൽ നടന്നൊരു സംഭവം. ഇത് നോക്കുന്ന ഒരു സാധാരണ സംഭവമാണ് എന്ന് വെക്കുക. നമ്മൾ വഹ്യൊന്നും ഇല്ലാത്ത ഒരു സാധാരണ സംഭവമാണെങ്കിൽ എന്തൊക്കെയായിരിക്കും ഈ സംഗതിയുടെ രൂപം ഉണ്ടാവുക? ഇതിങ്ങനൊന്നും അല്ല ഉണ്ടാവുക. ഇത് തീരുമാനാക്കാൻ വളരെ എളുപ്പമുണ്ട് അന്നത്തെ സാഹചര്യം അനുസരിച്ച്. എന്നും അങ്ങനെ തന്നെയാണ്. പക്ഷെ നബിക്ക് ഇതൊന്നും പറയാൻ കഴിയില്ല. നബിക്ക് വഹ്യ് കിട്ടാതെ തീരുമാനം പറയാൻ കഴിയില്ല. ആകെ ടെൻഷനായിപ്പോയി നബിയും സഹാബികളൊക്കെ. ആരോപണങ്ങൾക്ക് ഉണ്ടായിട്ട് മിണ്ടാൻ കഴിയുന്നില്ല. അതിങ്ങനത്തെ ആരോപണം. അവസാനം വഹ്യ് കിട്ടി ഇങ്ങോട്ട് പറയുന്നത് വരെ നിന്ന്. നബി മിമ്പർമ കയറിയ ആൾക്കാരോട് ചോദിച്ചു, നിങ്ങളുടെ ഭാര്യനെ പറ്റി വല്ല അഭിപ്രായം കേട്ടിട്ടുണ്ടോ? നബിക്ക് നിഷ്കളങ്കായിട്ട് ചോദിക്കാനല്ലാതെ തെറ്റിദ്ധരിക്കാൻ പറ്റൂല്ലോ. ഒക്കെ ചോദിച്ച് ഇങ്ങനെയൊക്കെ ഒരു സാഹചര്യം ഉണ്ടാക്കിയതും പറഞ്ഞതൊക്കെ നബിക്ക് വഹ്യ് കിട്ടാതെ തീരുമാനം പറയാം. വഹ്യ് എന്നായിരുന്നു അത് എന്നുള്ള വ്യക്തമായ തെളിവാണ്. അല്ലെങ്കിൽ ഇതിനൊക്കെ വേറെ രൂപത്തിൽ പോകും സംഭവം. ഇത്രയും ദിവസം ഒന്നും ടെൻഷൻ അടിക്കേണ്ടതില്ല. അതൊക്കെ കൈകാര്യം ചെയ്യുന്ന ഒരു നാടൻ രൂപം ഉണ്ടാവുമല്ലോ, ആ രൂപത്തിലൊക്കെ ടെൻഷൻ തീരുമാനിച്ചു. ഞാൻ സൂചിപ്പിക്കുന്നത് ഈ റസൂലുള്ളാഹിക്ക് അല്ലെങ്കിൽ മുഹമ്മദ് എന്ന് അവരാരോപിക്കുന്ന ഈ മനുഷ്യന് അന്ന് കിട്ടിയ വഹ്യുകളൊക്കെ അദ്ദേഹം സ്വന്തം ഉണ്ടാക്കിയാണ്ട് പറഞ്ഞുണ്ടാക്കിയെന്ന് പറയുന്നതിന് ഒരു ന്യായമില്ല. ഈ 23 വർഷത്തെ സംഭവങ്ങൾ മുഴുവനും പരിശോധിച്ചു നോക്കിയാൽ അതല്ല എന്ന് ബോധ്യമാകുന്ന സംഭവങ്ങളാണ് നിരക്കെ കാണുന്നത്. എത്രയോ സംഭവങ്ങളുണ്ട്. അതിൽപ്പെട്ട 2 പറഞ്ഞു, ഒന്നുകൂടി പറയാം. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു സംഭവമാണ് ഉമ്മു മക്തൂമിന്റെ സംഭവം. നിങ്ങൾ നോക്ക്, ഉമ്മു മക്തൂം എന്ന് പറഞ്ഞാൽ അബ്ദുല്ലാഹി ഇബ്നു ഉമ്മു മക്തൂം. അന്ധനായിരുന്നു ആ മനുഷ്യൻ, മുസ്ലിമാണ്. അള്ളാഹുവിന്റെ റസൂലിന്റെ അഭാവത്തിൽ നബി മദീന വിട്ട് പുറത്തു പോകുന്ന സമയത്തൊക്കെ മദീന പള്ളിയിൽ ഇമാമാക്കി നിർത്തിയിരുന്നത് അബ്ദുല്ലാഹി ഇബ്നു ഉമ്മു മക്തൂമിനെയാണ്. അത് ഒരു സ്ഥാനാണ്. നബിക്ക് പകരം നിർത്തുകയാണ് ഇമാമിക്കാനൊക്കെ. അവിടെ മദീനത്ത് പള്ളിയിൽ അദ്ദേഹത്തിന് യുദ്ധത്തിൽ അങ്ങനെ പങ്കെടുക്കാൻ കഴിയും, അന്ധനാണല്ലോ. മറ്റു കാര്യങ്ങൾക്ക് പോകാൻ കഴിയില്ല. അപ്പോൾ അവിടെ ഉണ്ടാകുന്ന അദ്ദേഹത്തെ ഇമാമാക്കി. അങ്ങനത്തെ സ്ഥാനമുള്ള ആളാണ് അദ്ദേഹം. ഒരിക്കൽ റസൂലുള്ളാഹിന്റെ അടുക്കൽ ഇങ്ങനെ കേറി വന്നു.
നബി ആണെങ്കിൽ ഖുറൈശികളായ പ്രമുഖരായിട്ട് ഇങ്ങനെ സംഭാഷണത്തിലാണ്. അവരൊക്കെ എങ്ങനെയാണ് കിട്ടണമെന്നൊരു ആഗ്രഹമുണ്ട്. വലിയ പ്രമുഖരാണ്, അവർക്ക് കിട്ടിപ്പോരാൻ നബിക്കും ആഗ്രഹമുണ്ട്. എതിർപ്പ് കുറച്ച് കുറവുണ്ടാവില്ല. എല്ലാവരും ചിന്തിക്കണ അതിന്റെ നബി ചിന്തിക്കണേ, ഇറ്റങ്ങളൊക്കെ ഒന്ന് കിട്ടിയാല് ഈ പ്രശ്നം തീർന്ന് ഇങ്ങേ ഭാഗത്തേക്ക് വന്നത് ഇതുപോലാണ് ഈ പ്രശ്നമൊക്കെ അങ്ങേ ഭാഗം. അപ്പൊ ഗൗരവമുള്ള ഒരു ചർച്ചയാണ്. അപ്പോ അബ്ദുല്ലാഹി ഇബ്നു ഉമ്മ മക്തൂം ഇങ്ങനെ കയറി വന്നു. അപ്പൊ നബിക്ക് ചെറിയൊരു നീരസം. എന്താ ഇപ്പൊ ഈ നേരത്തെ എന്നും എന്നെ കാണണ, എപ്പോഴും സംസാരിച്ചു, ഈ ഇതിന്റെ ഇടയ്ക്ക് ഒരു മസാലയും ചോദിച്ച് വരേണ്ടതുണ്ടോ എന്നിങ്ങനെ നബി ഒന്ന് മുഖം ചുളിച്ചു. ഇപ്പൊ വരേണ്ടതില്ലായിരുന്നു, ഇവിടെ ഈ സംഭാഷണം നടക്കില്ല. ആ സംഭവം നടന്നു കഴിഞ്ഞപ്പോൾ ആർക്കും അറിയേണ്ടതില്ല, അത്ര സീരിയസും അല്ല. നമ്മളെന്നും മുഖം ചുളിക്കുന്ന ആൾക്കാരെ, നമുക്കൊന്നും അതൊരു വിഷയം തന്നെ അല്ല. ആളെങ്ങനെ കണ്ടാലും കാണാത്തവരെ അങ്ങോട്ട് തിരിഞ്ഞ് നടക്കുന്ന ആൾക്കാരെ നമുക്ക് അതൊരു വിഷയം തന്നെ അല്ല. പക്ഷെ നബിയാണല്ലോ. അപ്പൊ അതും സംഭവിച്ചുകൂടാ എന്ന് പറഞ്ഞുകൊണ്ട് ഖുർആൻ ആയത്തിറങ്ങുക. നബി അത് ഉണ്ടാക്കുക. നബി ആരും അറിഞ്ഞിട്ടില്ല. മക്തൂം നബി മാത്രമേ അറിയുള്ള സംഭവം, വേറെ ആരും അറിയില്ല. പിന്നെ ആയത്ത് 5, 6, 7 ആയത്തുകൾ ഒന്നായിട്ട് അബസ വതവല്ല അൻ ജാഅഹുൽ അഅമ വമാ യുദ്രീക ലഅല്ലഹു യസ്സക്ക ഔ യദ്ദക്കറു ഫതൻഫഅഹു ദിക്റ വമാ മൻ ഇസ്തഗ്ന ഫഅൻത ലഹു തസദ്ദ. നമുക്ക് ഖുർആന്റെ ആ അറബി മനസ്സിലാവുന്ന ഗൗരവം മനസ്സിലാവുക വാക്കിന്റെ. എന്താ പറയുന്നത് അറിയോ? അബസ വതവല്ല, നീ മുഖം ചുളിച്ചു പിന്തിരിഞ്ഞു അല്ലേ, അങ്ങനെ തുടങ്ങാൻ. അബസ വതവല്ല അൻ ജാഅഹുൽ അഅമ, ഒരു അന്ധൻ കടന്നു വന്നതിന്. നബിനെയാണ് പറയുന്നത് കേട്ടത്. ഒരു അന്ധൻ കടന്നു വന്നതിന് നീ മുഖം ചുളിച്ചു മുഖം തിരിഞ്ഞു നിന്നു അല്ലേ. നിനക്ക് എന്തറിയാ അദ്ദേഹം നന്നാകാൻ, സംസ്കാരം സ്വീകരിക്കാൻ വേണ്ടി വന്ന, അല്ലെങ്കിൽ ഉത്ബോധനം കേട്ട് ആ ഉപകാരപ്പെടാൻ വന്നായിരിക്കൂലേ. നീ എന്താ തിരിഞ്ഞിക്കാൻ ചാരാന്ന് വെച്ചാൽ വളരെ രൂക്ഷമായ ഭാഷ കേട്ടോ, വളരെ രൂക്ഷമായ ഭാഷ. ഇതിന് പിന്നെ പറഞ്ഞതോ സ്വയം സമ്പന്നരായി നടക്കുന്ന, സ്വയം പര്യാപ്തരായിട്ട് വലിയ ആളുകളായി നടക്കുന്ന ആളുകൾ നീ അവർക്ക് മുഖം കൊടുക്കുകയും ചെയ്യുന്നു. നീ ആരാധന ചെയ്യാന്ന് വെച്ചിട്ട് രൂക്ഷമായ വിമർശനം. എന്താ പുതിയൊരു സംഭവം ഉണ്ടായത്? ഒന്നും മുഖം ചുളിച്ചു, ഇത്രേ ഉള്ളൂ. ഇതാരും അറിയില്ല. നബിയും ഈ അബ്ദുല്ലാഹി ഇബ്നു മക്തൂമേ അറിയുള്ളൂ. പക്ഷെ അതിലാണ് ആയത്തൊന്നായിട്ട് ഇറങ്ങി. എന്നാ നബിക്ക് തോതാതെ നിർത്തൂടെ? അങ്ങനെ ആയത്ത് ഇറങ്ങിയിട്ടില്ല അറിഞ്ഞാണ്ട് ഇങ്ങനെ ഉണ്ടാകാൻ നടന്നാ പോരെ? ഇല്ല, ഊതി കൊടുക്കാൻ കഴിയില്ല. ഇത് സ്വന്തം ഉണ്ടാക്കിയൊരു പുസ്തകമാണ് എങ്കിൽ ആ ആയത്തിൽ വരൂല എന്ന് ഉറപ്പല്ലേ? ആയത്തുണ്ട് എന്നല്ല. ഇപ്പൊ നമ്മള് ഓതി 14 നൂറ്റാണ്ടിന് ഇപ്പോഴും നമ്മള് നബി മുഖം ചുളിച്ചു കാരണം നബിന്റെ വിമർശന വായിക്കുന്നത്. ആ വിമർശനം വായിച്ചിട്ട് നമ്മളിപ്പോഴും പോണി ഖുർആൻ ഓതുക. നമ്മളെല്ലാവരും കോടിക്കണക്കിന് മനുഷ്യന്മാര് അബസവതവല്ല നബിനെ പറ്റിയുള്ള വിമർശനം അങ്ങനെ തന്നെ എഴുതി വച്ചിരിക്കുന്നു, ഒരു വരി ഒഴിവാക്കാതെ അങ്ങനെ തന്നെ. ഇത് സ്വന്തം ഉണ്ടാക്കുന്ന പുസ്തകമാണെങ്കിൽ ആരെങ്കിലും എഴുതുമോ? ഇല്ല. എന്ന് മാത്രമല്ല, ഈ സംഭവത്തിന് ശേഷം നബി ഈ ഉമ്മു മക്തൂമിനെ വിളിച്ച് അടുത്തിരുത്തും, തന്റെ തട്ടഴിച്ചിട്ട് അവിടെ വെച്ചെടുക്കും, ഇവിടെ ഇരുത്തും. എന്നിട്ട് പറയും, ഞാൻ വിമർശിക്കപ്പെടാൻ കാരണമായ ഒരു മനുഷ്യനാണ് എന്ന് പറഞ്ഞ് വളരെ ആദരപൂർവ്വം അബ്ദുല്ലാഹി ഇബ്നു മക്തൂമിനോട് പെരുമാറും. ഇങ്ങനെ എത്ര സംഭവം എന്നറിയങ്ങള്. ഒരു സംഭവം കൂടി പറഞ്ഞാൽ സാർ വേറൊരു ഭാഗം വരും. ഇപ്പൊ നമ്മൾ സ്ഥിരമായിട്ട് ഓടുന്നൊരു സൂറത്താണല്ലോ തബ്ബത് യദാ അബീ ലഹബിൻ വതബ്ബ്. ഖുർആന്റെ ഒരു നോക്കണം നിങ്ങള്. ഇത് മുഹമ്മദ് നബിന്റെ കൃതിയല്ല. എന്തു തന്നെ ആയാലും സമർത്ഥിക്കാൻ ആർക്കും കഴിയില്ല. അത് ദൈവികമായ വഹി മാത്രം. തബ്ബത് യദാ അബീ ലഹബിൻ വതബ്ബ് മാ അഗ്നാ അൻഹു മാലുഹു വമാ കസബ് സയസ്ലാ നാറൻ ദാത ലഹബിൻ വംറഅതുഹു ഹമ്മാലത്തുൽ ഹതബ് ഫീ ജീദിഹാ ഹബ്ലുൻ മിൻ മസ്ദ്. ആ സൂറത്ത് നമ്മൾ നോക്കാം. നമ്മൾ എപ്പോഴും ഓതുന്ന സൂറത്താ. അബൂലഹബിനെ പറ്റി. അബൂലഹബ് നബിന്റെ മൂത്താപ്പേ, ഏറ്റവും അടുത്ത ആള്, അയൽവാസി, മക്ക നബിന്റെ വീടിന്റെ തൊട്ടടുത്ത്. അങ്ങനെ അബൂലഹബിന്റെ 2 കൈകളും നശിക്കട്ടെ, അത് നശിച്ചിരിക്കുന്നു. നിങ്ങൾക്ക് ഒരു വഹി ഇറങ്ങാണ് ഇപ്പത് മൂത്താപ്പാനെ പറ്റി. മൂത്താപ്പാന്റെ പേര് പറഞ്ഞിട്ട് ആയത്ത്, അതും ഭയങ്കര ഉഗ്ര മൂർത്തിയായ മൂത്താപ്പ, ചില്ലറക്കാരനൊന്നല്ല, അങ്ങേ ഭാഗത്ത് നിൽക്കുന്നത്. അദ്ദേഹത്തിനെ പറ്റി, മൂപ്പരെ പറ്റി സൂറത്തിന്റെ ഇറങ്ങി. അങ്ങോട്ട് അതാണ് ഊതി കൊടുത്തു. നോക്കി എന്തായിരിക്കും അവിടെ പ്രതികരണം?
ഒരു സമ്പത്ത് അയാൾ ഒന്നും ഉപകാരപ്പെടാൻ അയാൾ നരകത്തിക്കാണ് പോകും. നരകത്ത് സെസ്ലാനാറൻ ജ്വലിക്കുന്ന നരകത്തിൽ പോകും. വിറക് ചുമട്ടുകാരിയായ അദ്ദേഹത്തിന്റെ ഭാര്യ, അതായത് ഉമ്മു ജമീൽ, അവളും പോവും, അയാളെ മൂത്തമ്മയും പോവും, മൂത്താപ്പിയും നരകത്തിലാണ് എന്ന് പറഞ്ഞ ആയത്തുണ്ട്. ഇതിന്റെ അർത്ഥം എന്താ? നേർക്ക് നേരെ പറഞ്ഞു ആയത്തിറങ്ങി, അത് ഓതി കൊടുത്തു. അതിന്റെ പ്രതികരണങ്ങളൊക്കെ സ്വാഭാവികമായിട്ടുണ്ടാവുമല്ലോ. മുജമീൽ വന്നു, നബിനെ ചീത്ത പറഞ്ഞു, പല ജാതി ഏർപ്പാട് നടക്കുന്നുണ്ട്. പിന്നെ അവിടെ കവിത അങ്ങോട്ട് പാടിയതും അതേമാതിരി മുദമ്മം എന്നൊക്കെ, മുഹമ്മദ് അല്ല മുദമ്മമാണ്, നശിച്ചവനാണ് നീ, അഭിശബ്ദനാണെന്നൊക്കെ പറഞ്ഞിട്ട് പല ജാതി ഇങ്ങോട്ട് ഓതിയോളൂ ഒക്കെ ഉണ്ടായി. ഈ ആയത്ത് ഇറങ്ങിയത് എന്നറിയാം നിങ്ങള്? ഈ ആയത്ത് ഇറങ്ങുന്നത് ആദ്യത്തിലാണ്. ഈ സൂറത്ത് ഇറങ്ങുന്നത് ആദ്യഘട്ടത്തിലെ ഇസ്ലാമിന്റെ പരസ്യ പ്രബോധം തുടങ്ങുമ്പോഴാണ്. ഈ 3 വർഷം, ഏതാണ്ട് 3 വർഷം കഴിയുമ്പോഴാണ്. അതിനുശേഷം മക്കയിൽ അബൂലഹബ് ജീവിച്ചിട്ടുണ്ട്. അബൂലഹബ് മരിക്കുന്ന എന്നറിയങ്ങള് ബദ്ർ യുദ്ധം കഴിഞ്ഞ് ഏതാണ്ട് ഒരാഴ്ച കഴിഞ്ഞതിന് ശേഷം, ബദ്ർ യുദ്ധത്തിന് ഇയാൾ പോയിട്ടില്ലായിരുന്നു, പേടിത്തൊണ്ടനായിരുന്നു. പകരം തനിക്ക് കടം തരാണ്ടായിരുന്ന, പൈസ തരാണ്ടായിരുന്ന ആളെ പകരം പറഞ്ഞ തരണ്ടെന്ന് പറഞ്ഞാണ്ട് പകരം പറഞ്ഞതാണ്. ഇവിടെ മക്കത്തിരിക്കായിരുന്നു. ബദറിൽ തോറ്റൊക്കെ അറിഞ്ഞിട്ട് അദ്ദേഹത്തിന് ആകെ വെപ്രാളപ്പെട്ടു. അത് കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് അദ്ദേഹം ഈ കുഷ്ഠമായിട്ടുള്ള ഒരു സോക്കട് പിടിച്ച് മരിച്ചു. അയാളെ കൊണ്ടുപോയിട്ട് കബറെടുക്കാൻ ആളില്ല, അതിങ്ങനെ തട്ടിയാൽ വിട്ടേക്കുക കബർക്ക്, മണ്ണയ്ക്ക്. അങ്ങനെ മരിച്ചുപോയി. അത്ര ദുഷ്ടനായിരുന്നു. ഇവിടെ ചോദ്യം എന്താ അറിയുന്നത്? ഈ സൂറത്തിൽ പറയുന്നത് അബൂലഹബ് നരകത്തിലാണ്. നരകത്തിലാണെങ്കിൽ മുസ്ലിമാൻ പറ്റൂല്ലോ, മുസ്ലിമായ സ്വർഗത്ത് പോകും. ഈ സൂറത്ത് ഇറങ്ങിയതിന് ശേഷം ഇത്രയും കാലം അബൂലഹബ് ജീവിച്ചിട്ട് ഒരു തന്ത്രം എന്ന നിലക്കെങ്കിലും, നേർക്കേര വേണ്ട, നേർക്കേരാകാം, ഒരു തന്ത്രം എന്ന നിലക്കെങ്കിലും അബൂലഹബാണ് മുസ്ലിമായ എന്തായി? ഖുർആൻ പൊളി. നിങ്ങൾ ആലോചിച്ച് നോക്ക്. അബൂലഹബ് ഞാൻ മുസ്ലിമായിട്ടോ, നാലാളടി വന്നിട്ട് കാബിന്റെ അടുത്ത് വന്നിട്ട് ഞാൻ മുസ്ലിമാട്ടോ പറഞ്ഞാൽ ഖുർആൻ പൊളിഞ്ഞില്ലേ? ഖുർആനിൽ പറഞ്ഞ എന്താ അറിയോ? നരകത്ത് പോവാ അബൂലഹബ് എന്നാ. അത് നബിക്ക് ഒറ്റയ്ക്ക് പറയാൻ കഴിയുന്ന കാര്യമാണെങ്കിൽ പറഞ്ഞ അബൂലഹബ് മുസ്ലിമാണ്. മുസ്ലിം ആകട്ടെ, വെറുതെ വന്ന് പറഞ്ഞാൽ മതി, ഞാൻ മുസ്ലിമായിട്ടോ പറഞ്ഞാൽ മതി, ഖുർആൻ പൊളിയും. പക്ഷെ അബൂലഹബിന് അത് ഒരിക്കലും തോന്നിയില്ല. 10 വർഷത്തോളം മക്കത്തും പിന്നെ 1 വർഷം മദീനത്തും ജീവിച്ചിട്ട്, മദീനത്ത് പോയതിനു ശേഷം വന്നിട്ട് പിന്നെയാണ് അദ്ദേഹം മരിക്കുന്നത്, ബദ്ർ യുദ്ധത്തിന് ശേഷം. അത്രയും കാലം ആ ആയത്തൊക്കെ ഓതിയിട്ട് അദ്ദേഹത്തിന് മുസ്ലിമാന്ന് തോന്നിയില്ല. അതിനേക്കാൾ വലിയ, അല്ലെങ്കിൽ അതുപോലത്തെ ശത്രുക്കളായിരുന്ന പല ആളുകളും ഇസ്ലാമക്ക് വന്നിട്ടുണ്ട്. അവരെ പറ്റുന്ന നബി ഇത് പറഞ്ഞിട്ടില്ലായിരുന്നു. അബൂലഹബിനെ പറ്റി പറഞ്ഞു, അദ്ദേഹം മുസ്ലിമായിട്ടുണ്ട്. അതാണ് ഖുർആൻ. അത് ദൈവികമായൊരു ഗ്രന്ഥമാണ്. അത് മുഹമ്മദ് സ്വന്തം എഴുതിണ്ടാക്കിയതോ സ്വയം കൃതിപ്പായ ഒരു പുസ്തകമാണെങ്കിൽ ഇങ്ങനെയൊന്നും അല്ല അതിന്റെ അവസ്ഥ ഉണ്ടാകുക. അതിനൊക്കെ മറികടന്ന് ലോകത്തിന്റെ മുമ്പിൽ എന്നും അജയ്യമായിട്ട് ദൈവീകം, വഹ്യ് എന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞുകൊണ്ട് തന്നെ ഖുർആൻ ഇങ്ങനെ അവശേഷിക്കും. അതാണ് നമ്മുടെ കയ്യിലുള്ള ഖുർആൻ. അതിനെപ്പറ്റി നമ്മൾ കൂടുതൽ പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുക. അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ.